വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഭഗവാൻ ശ്രീ വേദവ്യാസൻ മുതൽ ആദി ശങ്കരാചാര്യർ വരെയുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും തുടർന്ന് തീർത്ഥ പരമ്പരയിലെ സ്വാമി നാരായണ തീർത്ഥ, സ്വാമി ഗംഗാധര പരമഹംസ, സ്വാമി പുരുഷോത്തമ തീർത്ഥ, മാതാജി ശാന്താദേവി എന്നിവരുടെയും ഭൂമാനന്ദ സ്വാമിജിയുടെയും പാദാരവിന്ദങ്ങളിൽ ആദ്യം നമസ്കരിക്കട്ടെ. ഇന്നത്തെ നമ്മളുടെ വിഷയം ആദിശങ്കരാചാര്യ വിരചിതമായ സാധനാ പഞ്ചകം ആണ്. ഇതിൽ 5 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ളത്. ഓരോ ശ്ലോകത്തിലും 8 വീതം നിർദ്ദേശങ്ങൾ, സാധനകൾ. അങ്ങനെ 40 നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ, അല്ല നമ്മൾ ഓർമ്മിക്കേണ്ടതായ, നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഓർമ്മിക്കാറില്ല, നമ്മൾ ഓർമ്മിക്കേണ്ടതായ 1-2 കാര്യങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ. എന്നിട്ട് നമുക്ക് സാധനാ പഞ്ചകത്തിലെ ഓരോ ശ്ലോകങ്ങളായിട്ട് എടുക്കാം. ഈ പ്രപഞ്ചം എന്നുണ്ടായോ ആർക്കറിയാം? ഉണ്ടായ അന്നു മുതൽ ഇന്നു വരേക്കും ഇതൊരുപോലെ തന്നെയാണ്. എങ്ങനെയാണ്? അതിൽ സുഖം, ദുഃഖം, സന്തോഷം, സങ്കടം, പണം, ദാരിദ്ര്യം, ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം നമുക്ക് എത്ര വേണമെങ്കിലും. അതുപോലെ തന്നെ ഇവിടെയുള്ളതായ ജന്തുക്കളുടെ കാര്യമെടുത്താൽ ശാന്തമൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ, അങ്ങനെ പോകും. ഇനി ചെടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, ചില ചെടികൾ വിഷച്ചെടികളാണ്, ചില ചെടികൾ ഔഷധ ചെടികളാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ദിവസവും രാവ്, പകൽ, ഇങ്ങനെ എല്ലാം ദ്വന്ദ്വങ്ങൾ ആയിട്ടിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരേക്കും. എനിക്ക് തോന്നണു നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്ന്. ബാബാനാണല്ലോ സാധ്യത. അപ്പോ ഇതിൽ സുഖം, ദുഃഖം എന്നുള്ളത് വരുമ്പോഴാണ് മനുഷ്യന്മാരായ നമ്മൾ വളരെയധികം വിഷമിക്കുന്നത്. സത്യത്തിൽ നമുക്ക് വിഷമം എന്താ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. സുഖം, ദുഃഖം മാത്രമല്ല, സുഖമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, പണമുണ്ടല്ലോ, നല്ലതുണ്ടല്ലോ, ചീത്തയുണ്ടല്ലോ, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നമുക്ക് സമാധാനമില്ല? സുഖം, ദുഃഖം എന്ന 2 എണ്ണമുള്ളതിൽ ബുദ്ധദേവൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചം സുഖദുഃഖ സമ്പൂർണമാണ്, സുഖദുഃഖ സമ്മിശ്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഖദുഃഖ സമ്മിശ്രമാണെങ്കിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അടിവരയിടണം കേട്ടോ. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുഖമാണോ കൂടുതൽ, ദുഃഖമാണോ? ദുഃഖമാണ്, യാതൊരു സംശയവുമില്ല. സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ അയ്യോ ദുഃഖം തന്നെയാണ് കൂടുതൽ, സുഖമല്ല. സുഖം ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും, എന്നാൽ പൊതുവെ ദുഃഖമാണ് കൂടുതൽ എന്നാണ് സാധാരണ മനുഷ്യർ. അത് എടുത്തു പറയണം കേട്ടോ. സാധാരണ മനുഷ്യർ, നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അസാധാരണമായിട്ട് വല്ല 1000-ലോ 10,000-ലോ ലക്ഷത്തിലോ ഒരാളെ കണ്ടു എന്ന് വരാം. അപ്പൊ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖത്തിനേക്കാൾ കൂടുതൽ ദുഃഖമാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ സുഖവും ദുഃഖവും രാത്രി 12 മണിക്കൂറാണെങ്കിൽ പകൽ 12 മണിക്കൂറല്ലേ? അതേപോലെ തന്നെ സുഖവും ദുഃഖവും തുല്യമാണ് കേട്ടോ,
സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ തുല്യമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ദുഃഖം കൂടുതൽ തോന്നണു? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് എങ്ങനെയാന്ന് വെച്ചാല് സുഖം ദുഃഖം സുഖം ദുഃഖം. എന്തുപോലെ രാവ് പകൽ രാവ് പകൽ എന്ന്. ഒരു പകൽ കഴിഞ്ഞാൽ അടുത്ത പകൽ കഴിഞ്ഞിട്ട് രാത്രി വരുമോ? ഇല്ലല്ലോ. ഒരു പകൽ കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകല്, പകല് കഴിഞ്ഞാൽ രാത്രി. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ദ്വന്ദ്വങ്ങളും. അപ്പോ സുഖം ദുഃഖം സുഖം ദുഃഖം ഇങ്ങനെ പോകും ഓൾട്ടർനേറ്റ് ആയിട്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മൾക്ക് ആർക്കും ദുഃഖം വേണ്ട, സുഖം മതി. ദുഃഖം വേണ്ട, ദുഃഖം വേണ്ടേ വേണ്ട. അപ്പോ സുഖത്തിനെ അന്വേഷിച്ചാണ് നമ്മൾ പോണത്, അല്ലേ? അങ്ങനെ സുഖത്തിനെ അന്വേഷിച്ചു പോകുമ്പോൾ സുഖത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താ ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഞാൻ ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണത് വാക്ക് കിട്ടാഞ്ഞിട്ടല്ല, നമ്മൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടിയാ. എന്തുകൊണ്ടാണ് ഈ സുഖം അന്വേഷിച്ചു പോകുമ്പോൾ ദുഃഖം നമ്മൾ സുഖം അന്വേഷിച്ച് പോണവരാണല്ലോ, നമുക്കാണല്ലോ ദുഃഖം കൂടുതലെന്നുള്ള പരാതി ഉള്ളത്. സുഖം അന്വേഷിച്ച് പോയാൽ അതിന്റെ അപ്പുറത്തെന്താ? അതിന്റെ അപ്പുറത്തെന്താ? സുഖത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്തോ ദുഃഖം. അപ്പോ സുഖത്തിനെ അന്വേഷിച്ചു പോയാൽ അപ്പുറത്തും ഇപ്പുറത്തും ദുഃഖം. ഒരു സുഖത്തിന് രണ്ട് ദുഃഖം. അതേ സമയത്ത് അപൂർവം ചില ആളുകള്, അവർ സാധാരണക്കാരാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാണാം, അതെ ഈ ലോകത്തിൽ സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും, അതുകൊണ്ട് സുഖം വന്നാ വന്നോട്ടെ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം വന്നാ വന്നോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം മാറി സുഖാവൂലോ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ജാതകം ഒക്കെ ഇങ്ങനെ എന്താണോ ഗ്രഹനില അംശകം എന്നൊക്കെ പറഞ്ഞ് എഴുതിയുണ്ടാക്കൂലോ. അതിൽ നമുക്ക് കാണാം എത്ര നല്ല ജാതകമാണെങ്കിലും ശരി, അതിൽ ഏതെങ്കിലും ഒരു ഗ്രഹം അല്ലെങ്കിൽ അപഗ്രഹം ഏതെങ്കിലും ഒരെണ്ണം തുറിച്ചു നോക്കി, അപ്പൊ അത്രയും കാലം കഷ്ടകാലമാണ്, അത് കഴിഞ്ഞാൽ നല്ല കാലം, പിന്നെ കഷ്ടകാലം, പിന്നെ നല്ല കാലം, ഇങ്ങനെ കാണുള്ളൂ. കഷ്ടകാലം തന്നെ ജനിച്ചെന്ന് മുതൽ മരിക്കണത് വരേക്കും കഷ്ടകാലമായിട്ട് ഒരു ജാതകവും ഉണ്ടാവില്ല. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ, അപ്പോ ഏത് രീതിയിൽ നോക്കിയാലും സുഖദുഃഖ സമ്മിശ്രമായ ഈ പ്രപഞ്ചത്തിൽ ദുഃഖം കൂടുതൽ എന്ന് വിചാരിക്കുന്ന തോന്നുന്നു. രണ്ടും തോന്നലാണേ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖവും തോന്നലാണ്, ദുഃഖവും തോന്നലാണ്. ഇത് എന്തുകൊണ്ടാണ് ദുഃഖം കൂടുതൽ തോന്നണത് എന്ന് ചോദിച്ചാൽ സുഖത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട്. സുഖം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നാക്കം പോകുന്നവർക്കാണ് സുഖത്തിനേക്കാളേറെ ദുഃഖം കിട്ടണത്. അപ്പൊ നമ്മൾ എന്തു വേണം? സുഖമോ ദുഃഖമോ എന്തോ ആയിക്കോട്ടെ, അത് വരുമ്പോ വരട്ടെ, പോകുമ്പോ പോകട്ടെ എന്ന് കുറച്ച് ക്ഷമ കാണിച്ചാൽ സുഖം 10 ദുഃഖം 10, സുഖം 10 ദുഃഖം 10 തുല്യമായിരിക്കും. ആട്ടെ, അതും അല്ലാതെ പണ്ടത്തെ ഋഷീശ്വരന്മാര് അവര് കണ്ടു ഇതൊക്കെ. സുഖം കാണണു ദുഃഖം കാണണു, ദുഃഖം വരുമ്പോ നെല്ലോളിക്കണു, സുഖം വരുമ്പോ സന്തോഷിച്ച് തുള്ളണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരാലോചിച്ച് നോക്കി, ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഋഷീശ്വരന്മാര് അവരുടെ ബുദ്ധി ആലോചിച്ച് ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു, അന്വേഷിച്ചു. അന്വേഷണം പോയത് ഇവിടുന്ന് അങ്ങോട്ടും എല്ലാ ലോകത്തിലേക്കല്ല പോയത്. അന്വേഷണം പോയത് അവനവന്റെ ഉള്ളിലേക്ക്. പുറത്തേക്ക് പോയപ്പോഴേ അവരെന്താ കണ്ടേന്നറിയാമോ? ഇങ്ങനെ പോയത് ഇങ്ങനെ പരന്നു പോണതല്ലാതെ ഒരു ദിക്കിൽ ചെന്ന് കൂട്ടിമുട്ടണത് കാണാനില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ എവിടെ ചെന്ന് കൂട്ടിമുട്ടാനോ സാധ്യത? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞാൽ. അങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞപ്പോൾ അവര് മനസ്സിലാക്കി ഇതിന്റെ ഉള്ളിലൊരു കള്ളനിരിക്കണ്ട്. അത് സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്തുള്ള വർണ്ണമാണ്. അതിനെ അവര് പരമാനന്ദം, ബ്രഹ്മാനന്ദം, ആത്മാനന്ദം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ആനന്ദ അനുഭൂതി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ആത്മാനുഭൂതി ഉണ്ടാവുന്ന ആത്മാവിലാണ്. ഈ ആത്മാവിനെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയും, അതിനെ അറിഞ്ഞാൽ അതിനെ തന്നെയാണ് നമ്മൾ ഈ ഭക്തിപരമായിട്ട് ഭഗവാൻ എന്ന് പറയുന്നതും. ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിച്ചാൽ ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള ഒരു പരമാനന്ദം, ഒരു ആത്മാനന്ദത്തിൽ നമുക്ക് ശാന്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ, സുഖദുഃഖ സമ്പൂർണമായ ഈ പ്രപഞ്ചത്തിൽ തന്നെ സമാധാനമായി ശാന്തമായി ഈ ശരീരത്തെ ത്യജിക്കാനും ഇനി ഒരു പുനരാവൃത്തി ഇല്ലാതെ കഴിക്കാനും സാധിക്കും. ഇതിനെന്ത് ചെയ്യണം? നയാ പൈസയുടെ ചെലവില്ല. അത് ആദ്യം പറയാൻ കാരണം നമ്മളെല്ലാവരും
മണി മൈൻഡഡ് ആണല്ലോ, പൈസ ചെലവുണ്ട്. ഏറ്റവും ആദ്യം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എത്ര പൈസയാവും എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ പൈസയുടെ ചെലവില്ല, ഒന്ന്. രണ്ടാമത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെറുതെ കിട്ടില്ലല്ലോ. വില പിടിച്ച സാധനം. സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്തുള്ള പരമാനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളുടെ ഋഷീശ്വരന്മാര് പല രീതിയിൽ കൂടിയും പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വേദവ്യാസൻ, ആദിശങ്കരാചാര്യരുടെ, അതാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത്, ആദിശങ്കരാചാര്യരുടെ സാധനാ പഞ്ചകത്തിൽ ഒരു സാധാരണ മനുഷ്യൻ അവനെങ്ങനെ ആത്മജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പടിയായിട്ട് 5 സ്റ്റെപ്പായിട്ട്, ഓരോ സ്റ്റെപ്പിലും 8 സാധനകൾ വീതമാണ് പറഞ്ഞിരിക്കുന്നത്. 8 നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത്, ഇത് ചെയ്യൂ, അത് ചെയ്യല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ കൈ പിടിച്ച് നല്ലപോലെ നല്ല ഒന്നാന്തരം 70 ഫീറ്റ് റോഡ്, ഒരു മലയും കുന്നും മേടും പർവ്വതവുമൊക്കെ ഒതുക്കി കൂടി ഭംഗിയായിട്ട് ഒരു 70 ഫീറ്റ് റോഡ് ഉണ്ടാക്കിയതുപോലെ ഈ കാടും മേടും ഈ സുഖവും ദുഃഖവും എല്ലാം കടന്ന് നല്ല റോഡുണ്ടാക്കി 2 സൈഡിലും വഴിവിളക്ക്, ഈ കാണുന്ന വിളക്ക് പോലെ നല്ല തെളിഞ്ഞ വഴിവിളക്ക് വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ വഴി കൂടി പോവുക മാത്രമേ ഉള്ളൂ. കണ്ണു തുറന്നു നോക്കിക്കൊണ്ട് നമ്മളുടെ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിക്കൊണ്ട് ബുദ്ധി ആലോചിച്ച് നേരെ നടന്നു പോയാൽ മാത്രം മതി എത്തേണ്ട ദിക്കിലെത്താൻ സാധിക്കും. തീർച്ച. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്രയോ മഹാത്മാക്കള് ഇതുപോലെ ജീവിച്ചിട്ട് ഈ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള ആനന്ദ പദവിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ഓർമ്മിക്കണം. ഒന്ന്, സുഖദുഃഖ സമ്മിശ്രമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെലവൊന്നും കൂടാതെ തന്നെ നമുക്ക് ആനന്ദമായിട്ട്, പരമാനന്ദമായിട്ട്, ബ്രഹ്മാനന്ദമായിട്ട് ജീവിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഈ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സാധനാ പഞ്ചകത്തിലേക്ക് കിടക്കാം. ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്. നമ്മൾ ആദ്യം തീരുമാനിക്കണം, എനിക്ക് എന്ത് വേണം. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം, അതെനിക്ക് നിശ്ചയമായിട്ടും അറിയാം. എനിക്ക് വേണ്ടത് ഈ സുഖങ്ങൾ ഒന്നും വേണ്ട, ഈ ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടണം. സുഖത്തിനും ദുഃസുഖം ത്യജിക്കാൻ തയ്യാറാണ്. ഏത് സുഖം വേണമെങ്കിലും ഞാൻ ത്യാഗം ചെയ്യാം, എന്നെ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചു തരികയാണെങ്കിൽ. അങ്ങനെയുള്ളവർക്ക് ഉള്ള മാർഗമാണ് ഇത്. ഈ മാർഗത്തിന് ചില ആളുകളൊക്കെ ജ്ഞാനമാർഗം എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഇവിടെ ഇപ്പോൾ ഈ ശർമ്മജിയൊക്കെ സംസാരിച്ചു, ചന്ദ്രശേഖര ശർമ്മ സംസാരിച്ചു, അദ്ദേഹം സംസാരിച്ചു. അവരെല്ലാവരും പറഞ്ഞപ്പോൾ ഭക്തിക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു വിഷയം സംസാരമായിരുന്നു സംസാരിച്ചത്. നമ്മൾ 13 കൊല്ലമായിട്ട് ഈ സത്രവേദിയിൽ ഇതുപോലെ തന്നെയുള്ളത് തന്നെയാണ് സംസാരിക്കാറുള്ളത്. ഏത്? ഭക്തിപരമായിട്ടുള്ളത്. അപ്പോൾ ഭക്തിപരമായിട്ടുള്ളതെന്ന് അങ്ങനെ ഒരു പേര് വെച്ചിട്ടുണ്ട്. ഇത് ജ്ഞാനപരം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു പേര്. കർമ്മയോഗം എന്ന് പറഞ്ഞ് വേറെ ഒരു മാർഗം. ഈ മാർഗങ്ങളെല്ലാം ചെന്ന് ചേർന്നത് സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള ആ ആനന്ദ പദവിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ, അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭക്തി വേറെ, ജ്ഞാനം വേറെ, രാജയോഗം വേറെ, കർമ്മയോഗം വേറെ എന്നില്ല. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ LKG UKG കഴിഞ്ഞ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 10ാം ക്ലാസ് അതിന് കോളേജിൽ പോയി പിന്നെ കുറച്ചൊക്കെ പിരിവുകളൊക്കെ വന്നു. സയൻസ്, ആർട്സ് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ടെക്നിക്കൽ ലൈനായി. അത് കഴിഞ്ഞ് PhD ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും റിസർച്ച് ചെയ്യണം, എല്ലാവരും ബുദ്ധി ആലോചിച്ച് ഓരോന്ന് കണ്ടുപിടിക്കണം, എന്നാൽ തന്നെ PhD കിട്ടുള്ളൂ. അതുപോലെ ഈ ജ്ഞാനമാർഗം ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ അല്പം വിഷമം തോന്നിയാലും അങ്ങനെയൊന്നും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ നോക്കുക. ശങ്കരാചാര്യർ പറഞ്ഞേക്കണ 5 ശ്ലോകങ്ങളൊന്നും എന്താന്ന് നോക്കുക. അത്രേനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 40 ഈ നിർദ്ദേശങ്ങളും ഇവിടെ വിസ്തരിച്ച് പറയണമെങ്കിൽ 40 മണിക്കൂർ വേണ്ടി വരും. അപ്പൊ നമുക്കിവിടെയുള്ള ഈ 1.25 മണിക്കൂർ സമയത്ത് ഞാൻ ഈ സാധനാ പഞ്ചകത്തിലെ ആദ്യം തന്നെ 1ാമത്തെ ശ്ലോകം കൂടെ എടുക്കുക. 1ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തേത് എന്താ വെച്ച് കഴിഞ്ഞാല്, വേദോ നിത്യമധീയതാം. ആചാര്യസ്വാമികൾ നമ്മളോട് നിർദ്ദേശിക്കുന്നതാണ്. അതേ, എല്ലാ ദിവസവും വേദം പഠിക്കാൻ. എളുപ്പമുള്ള കാര്യമാണോ വേദം പഠിക്കാന്ന് പറഞ്ഞാല്? വേദം ഏതൊക്കെയാ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഞങ്ങളുടെ അവിടെ വേദവ്യാസ ഭവനില് ഒരു വേദപുസ്തകം കൊണ്ടുവച്ചിട്ടുണ്ട്. അതാ ഇത്രയും പോകുന്ന പുസ്തകം. അതിനെ പൊന്തിക്കാൻ പറ്റില്ല നമുക്ക്. അത് ദിവസവും വായിക്കാൻ. ആചാര്യസ്വാമികൾ ഇങ്ങനെ പറഞ്ഞാൽ കഷ്ടാണല്ലോ.
അത് മാത്രല്ല, വായിച്ചാൽ മാത്രം പോല, അതുദിത കർമ്മസ്വനുഷ്ഠീയതാം, അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചുമ്മാ വായിച്ചത് കൊണ്ട് കാര്യമായില്ല. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് വായിച്ചത് കൊണ്ട് കാര്യമായില്ല. അതിൽ പറഞ്ഞേക്കണ കർമ്മങ്ങൾ ചെയ്യണം അത്രേ. അപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കണതേ, ഇപ്പത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ, വേറെ ചിലത് മനസ്സിലാക്കിയത് വേദകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാഗങ്ങള്, യജ്ഞങ്ങള്, പുത്രകാമേഷ്ടി, പിന്നെ എന്താണോ രാജസൂയം, അങ്ങനെയുള്ളത്, പിന്നെ പല പല ഹോമങ്ങള്, ഈ ചില ഇഷ്ടികകളൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, പണച്ചെലവുണ്ട്, അതൊക്കെ ഉണ്ട്. അതും വർഷക്കണക്കിന് എടുക്കണ യാഗങ്ങളൊക്കെയാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പുരാണങ്ങളിലെ യാഗം നടത്തിയതൊക്കെ, പുത്രകാമേഷ്ടി നടത്തിയതൊക്കെ, എന്നിട്ട് പുത്രന്മാരുണ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റില്ല, നമുക്ക് ഇങ്ങനെയുള്ളതായ കർമ്മങ്ങൾ സാധ്യമില്ല. അപ്പൊ എന്താ ആചാര്യസ്വാമികൾ ഇങ്ങനെ പറയാൻ? സാധാരണക്കാരോടല്ലേ പറഞ്ഞേക്കണത് വേദം നിത്യവും പാരായണം ചെയ്യാൻ. അപ്പോഴാണ് പതുക്കെ എന്ത് ചെയ്തു, ഇതെന്താന്ന് മനസ്സിലാവണമല്ലോ. ഞാനപ്പോൾ അതിന് ഒരു കാര്യം ചെയ്തു. ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, മഹാത്മാക്കൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വേദപുസ്തകം ഇത്രയും വലുതൊന്നും വാങ്ങിക്കാൻ വേണ്ട, അത് വാങ്ങിക്കാൻ കിട്ടൂല, അതുണ്ടെങ്കിൽ തന്നെ സംസ്കൃതത്തിൽ നമുക്ക് മനസ്സിലാവൂല. അതിനു പകരം വേദത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞുള്ള ഒരു കൂട്ടരുണ്ട്. അതിൽ 10 ഉപനിഷത്തുക്കൾക്ക് ആദിശങ്കരാചാര്യർ ഭാഷ്യവും എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. ഈശാവാസ്യ ഉപനിഷത്ത്, കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, പ്രശ്നോപനിഷത്ത്, ഐതിരേയം, തൈത്തിരീയോപനിഷത്ത്, പിന്നെ പ്രശ്നോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത് എന്നൊക്കെ പറഞ്ഞ 10 ഉപനിഷത്തുക്കൾക്ക് ശങ്കരാചാര്യർ തന്നെ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഈ ഉപനിഷത്തുക്കളിൽ എന്താ പറഞ്ഞേക്കണേന്നറിയാമോ? അവനവന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായ ആത്മാവിനെ, ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ആ ശക്തിയെ അറിയുക. അത് അറിയാൻ അതിനെ പറ്റിയിട്ടുള്ള പ്രതിപാദ്യമാണ് ഈ ഉപനിഷത്തുക്കളിൽ. അത് വായിക്കാനാണ് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് പറഞ്ഞത്. അപ്പോ അത് വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചാലും ഈ പറഞ്ഞോണ്ട് തന്നെ സന്ധ്യ നേരത്ത് വിളക്കൊടുത്തിട്ട് ഒരു 2 ഹരേരാമ ചൊല്ല്, 2 നാരായണനാമം ചൊല്ല്, അല്ലെങ്കിൽ ഒന്നും വേണ്ട 2 അക്ഷരം രാമരാമ ചൊല്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സൗകര്യം ഉണ്ടോ? കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് ട്യൂഷനുണ്ട്, പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം, കരാട്ടെ പഠിക്കണം, കൊട്ടു പഠിക്കണം. ഇത്രയും പഠിക്കണം അവർക്ക്. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് രാമനാമം ചൊല്ലാൻ പോലും അവർക്ക് നേരമില്ല. കുറച്ച് പ്രായമുള്ളവരാണെങ്കിലോ, ആ കുട്ടികളുടെ അച്ഛനമ്മമാരാണെങ്കിലോ, അവർക്ക് ഉദ്യോഗത്തിന് പോയി വന്നു എല്ലാം കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും നേരമില്ല. അതൊക്കെ പിള്ളേർ ചെയ്യട്ടെ, അല്ലെങ്കിൽ വയസ്സായവർ ചെയ്യട്ടെ. എന്നാൽ ശരി, വയസ്സായി മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നാമത് അവർ വീട്ടിലേ ഉണ്ടാവില്ല, ഓൾഡ് ഏജ് ഹോമിലായിരിക്കും മിക്കവാറും. അല്ല വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെയും ഇവിടെ വേദന, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇങ്ങനെയുള്ള വേദനകൾ പറയാനല്ലാതെ വയസ്സായ ആളുകൾക്ക് എന്തിനാ? ഈ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാലസ്ഥാവത് ക്രീഡാസക്ത, തരുണസ്ഥാവത് തരുണീരക്ത, വൃദ്ധസ്ഥാവത് ചിന്താസക്ത. പരബ്രഹ്മത്തിൽ ആരും ആർക്കും അതിന് പരബ്രഹ്മത്തിൽ ലയിക്കാൻ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനുള്ളതായ അത് സൗകര്യമില്ല. അപ്പൊ ഇങ്ങനെ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയോ? നമുക്കിപ്പോ എനിക്ക് തോന്നുന്നത് സുഖത്തിന്റെ ദുഃഖത്തിന്റെ അപ്പുറത്തുള്ള ആനന്ദത്തിലേക്ക് പോണെന്നാണോ, അതോ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ഒരു കഷ്ണം കേട്ടപ്പോഴേക്കും വേണ്ടെന്നാണോ? വേണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഈ ഉപനിഷത്തും പഠിക്കാൻ പോകണ്ട, ഈ ബ്രഹ്മസൂത്രവും വേണ്ട, ഈ ഭജഗോവിന്ദവും വേണ്ട, നമുക്ക് സംസ്കൃതമേ വേണ്ട, നമ്മൾ മലയാളികളല്ലേ. അതെ, ഒരു കാര്യം കേട്ടിട്ടില്ലേ, ഇന്ന് കാലത്ത് വൈദ്യനിക ശർമാജി പറഞ്ഞില്ലേ, ജ്ഞാനപ്പാന ചെറിയ ഒരു ബുക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിച്ചൊരു എഴുതിയെടുക്കാനുള്ളതേ ഉള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ദിവസവും വായിച്ചാൽ വേദം വായിക്കുന്നതിന് സമമാണ് കേട്ടോ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് വെറുതെ പറയണതല്ല, വേദം വായിക്കുന്നതിന് സമമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേത് തന്നെ, ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഒന്നാമത് പറഞ്ഞേക്കണതേ നാമം ജപിച്ചാൽ മതി. അതിനെ ഭഗവാന്റെ തുണ തന്നെ വേണം. ഭഗവാൻ തോന്നിച്ചാലേ നാമം, നമുക്ക് ആർക്കും ഭഗവാൻ തോന്നിക്കണില്ല, അതുകൊണ്ടാണ് നാമം ചൊല്ലാത്തത്. അപ്പോഴും കുറ്റം ഭഗവാനാകട്ടെ. അപ്പോ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ
ഇത് മനസ്സിലായില്ലേ? ഈ നല്ല പച്ച മലയാള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും, ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാവാത്തൊരാരുമില്ല. അതായത് ഇന്നലെ വരേക്കും ഞാൻ ഇന്നലെ പോട്ടെ 70 കൊല്ലം മുൻപ് എൻ്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. അതിനു മുൻപ് എൻ്റെ അച്ഛൻ്റെ ബീജത്തില്. നമുക്കറിഞ്ഞൂടാ ഇന്നലെയോളം എന്താ ഉണ്ടായെന്ന്. പിന്നെ ഈ ഒരു 70 കൊല്ലമായിട്ട്, എത്രയോ കോടാനുകോടി കൊല്ലങ്ങൾക്കിടയിൽ ഈ ഒരു 70 കൊല്ലമായിട്ട് അമ്മ ഒരു ദിവസം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞിനെ. അത് വളർന്നു വലുതായി ഇപ്പം ഇങ്ങനെ ഇരിക്കണം. അതെപ്പോഴാണ് അവ മറിഞ്ഞു വീഴാൻ പോണത് അറിയില്ല. അപ്പൊ നമുക്ക് ഇന്നലത്തെ കാര്യം അറിയില്ല, നാളത്തെ കാര്യം അറിയില്ല. ഇന്നീ കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. ഈ തടിക്ക് വിനാശം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? സംശയമുണ്ടോ? ഇന്ന് വരെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നശിക്കുന്നുണ്ട്. ഇത് മാത്രം നശിക്കാണ്ടിരിക്കാൻ പോകുന്നില്ല. എപ്പോഴാണെന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ. ഇത് ആലോചിച്ചാൽ നമുക്ക് ഈ സുഖം എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ടല്ലോ, അതിന്റെ പിന്നിലേക്ക് പോകാനുള്ള തോന്നൽ കുറച്ച് കുറയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സുഖം വേണം, എല്ലാവർക്കും ഉണ്ട് സുഖം വേണമെന്ന്. സുഖം വേണമെങ്കിൽ ആദ്യം അവരുടെ മനസ്സിൽ ഉദിക്കണത് പൈസ വേണമെന്ന്. പൈസയ്ക്ക് വേണ്ടി നമ്മൾ പാടുപെട്ട് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ദുഃഖങ്ങൾ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദിശങ്കരാചാര്യർ പറഞ്ഞതില് വേദം പഠിക്കുക എന്ന് പറഞ്ഞത് വേദം ഒന്നും വായിക്കണ്ട, ഈ ജ്ഞാനപ്പാന പഠിച്ചാൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. തതുദിത കർമ്മത്തെ അനുഷ്ഠീയതാം. അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം എന്താണ്? ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം. നിങ്ങൾ യാഗം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? യജ്ഞം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനവന്റെ ശരീരത്തിനെയും അതിലുള്ളതായ ഈ ഇന്ദ്രിയങ്ങളെയും അതുമൂലം മനസ്സിനെയും ഒതുക്കുക. മനസ്സിനെയും ഒതുക്കിയിട്ട് അപ്പൊ വേറെ ഒന്നുണ്ട്, ബുദ്ധി. എന്തൊക്കെയുണ്ട്? ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അവ്യക്തം. അവ്യക്താത്തു പരം. അവ്യക്തത്തിന് അപ്പുറമാണ് പരമ്പൊരുളുള്ളത്. അപ്പൊ ആ പരമ്പൊരുളിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ കടിഞ്ഞാണിട്ട് വലിക്കണം. നമ്മുടെ കണ്ണ് പോണ വഴിക്ക് പോകരുത്, മൂക്ക് പോണ വഴിക്ക് പോകരുത്, നാവ് പോണ ദിക്കിലേക്ക് കണ്ടാടിയൊക്കെ പറയരുത്, ചെയ്യരുത്. ഇങ്ങനെ നിയന്ത്രിച്ചാൽ മനസ്സ് നിയന്ത്രിതമാകും. ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അപ്പോ അതിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, ബുദ്ധിയെ കൂർപ്പിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവിനെ അറിയാൻ വേണ്ടിയുള്ള പ്രയത്നം ചെയ്യുക. ഇനി ഈ കർമ്മം ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ കർമ്മം എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്നുണ്ട്, ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യണ കർമ്മങ്ങള് എങ്ങനെ ചെയ്യണം? സാധാരണ പൊതുവെ സത്കർമ്മം, ദുഷ്കർമ്മം, പിന്നെ നിഷ്കാമകർമ്മം എന്നൊക്കെ പറയും. ദുഷ്കർമ്മങ്ങൾ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഗുണമായാലും ദോഷമായാലും ചെയ്യുക. സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദോഷമില്ലാണ്ട് നമുക്കും ഗുണമായിക്കോട്ടെ, സത്കർമ്മം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണമുണ്ട്. അത് ചെയ്താലാണ് നമ്മുടെ മനസ്സ് ശുദ്ധാവുക. ഇനി അത് തന്നെ എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്താലാ ഒരു കർമ്മം നിഷ്കാമകർമ്മമാണത്? അതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. വേദോ നിത്യം അധീയതാം തതുചിതം കർമ്മസ്വനുഷ്ഠീയതാം. അത് കഴിഞ്ഞാല് അടുത്ത് പറഞ്ഞിരിക്കുന്നത് തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം. രണ്ടെണ്ണം. ഒന്നാമത്തെ ലൈനില് രണ്ടെണ്ണം. വേദം പഠിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യുക. അത് കഴിഞ്ഞാല് അത് ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുക. ചെയ്യണ ജോലി ഈശ്വരാർപ്പണ ബുദ്ധിയാ, ഈശ്വരനിൽ അർപ്പിക്കുക. എന്തിനെ അർപ്പിക്കണു? ഞാനൊരു കർമ്മം ചെയ്യണം, ഞാനൊരു ജോലി ചെയ്യണു. അത് എങ്ങനെയാ ഈശ്വരനിൽ അർപ്പിക്കണത്? ഞാനല്ലേ ചെയ്യണേ. അപ്പൊ ആരെല്ലാം അത് അർപ്പണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? എന്നില്. ഞാനൊരു ജോലി ചെയ്യുമ്പോൾ ഞാനല്ലേ ചെയ്യണത്. അതിനെങ്ങനെയാ അതിന്റെ ഫലം ഈശ്വരന് അർപ്പിക്കുക? അത് നല്ലതായാലും ചീത്തയായാലും ഭഗവാന്റെ എന്ന് പറഞ്ഞ്. ഇതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ അപ്പുറത്തിരിക്കുന്ന ഫോട്ടോ, അറ്റത്തിരിക്കുന്ന ഫോട്ടോയില് ശാന്താദേവി മാതാജി. പല ആളുകളും അറിയാൻ, ചിലർക്ക് അറിയില്ല.
വേദപുസ്തകത്തിന്റെ അപ്പുറത്ത് സ്വാമി പുരുഷോത്തമ തീർത്ഥ, അതിന്റെ അപ്പുറത്തുള്ള മാതാജി, ആ മാതാജി ശാന്താദേവി ഇപ്പൊ മഹാസമാധിയായിട്ട് 3 കൊല്ലം ആവണേ ഉള്ളൂ ഫെബ്രുവരി വരുമ്പോ. ആ മാതാജി ദിവസവും വേദവ്യാസ മറ്റേ നമ്മുടെ വ്യാസത ഭവനത്തിലത്തെ പ്രധാനപ്പെട്ട മാതാജിയായിരുന്നു. അവരെന്നും അവരാരോഗ്യമുള്ളപ്പോൾ എന്നും ദക്ഷിണാമൂർത്തി ഭഗവാന് അവരാണ് നൈവേദ്യം വയ്ക്കുക. ഒരു ഉരുളിയുണ്ട്, ചെറിയ ഒരു ഉരുളി, അതിൽ 2 പിടി അരി 1 പിടി പരിപ്പും കൂടി കഴുകിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെക്കും. വെള്ളം വെച്ചാൽ തിളയ്ക്കുമ്പോൾ ഇത് കഴുകിയിട്ട് ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചട്ടുകണ്ട്, ആ ചട്ടുകം ആ പാത്രം അത് തന്നെയാട്ടോ എന്നും നല്ല വൃത്തിയായിട്ട് തേച്ചത്. അത് ചട്ടുകം കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് അത് ഒന്ന് തിളയ്ക്കുമ്പോൾ അത് അടുപ്പം കൂടി ചെറുതാക്കിയിട്ട് മൂടി വെക്കും. അത് കഴിഞ്ഞ് അവർ വേറെ ജോലികൾക്കൊക്കെ പോകും. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ വന്നൊന്ന് ഇളക്കി നോക്കും. ഇളക്കി നോക്കിയിട്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കും. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അത് വെന്തോന്ന് പോലും നോക്കില്ല, അത് ഓഫാക്കും. ഓഫാക്കി അവിടെ വെക്കും. 10 മണി ആകുമ്പോഴേക്കും നേദ്യത്തിന് വരും, നേദ്യം കൊണ്ടുപോകും, നേദിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന് വെക്കും. 12:30 മണി 1 മണിക്ക് ഊണ് കഴിക്കാറാവുമ്പോൾ ആണ് അത് തുറന്നു നോക്കണത്. അത് തുറന്നു നോക്കുമ്പോൾ ചില ദിവസം ഉണ്ടല്ലോ അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടാവും, ചില ദിവസം കൊഴിഞ്ഞിരിക്കും കഞ്ഞി പോലെ, ചില ദിവസം പകുതി പോലും വെന്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരും. അപ്പൊ ഞങ്ങളൊക്കെ മാതാജിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മാതാജി വിളമ്പിത്തരും. ഇപ്പൊ നൈവേദ്യച്ചോറ് വിളമ്പിത്തരും. അപ്പൊ അയ്യോ ഇന്നത്തെ നേദ്യം ചോറ് കരിഞ്ഞാണല്ലോ ഇരിക്കണേ. ഉടനെ തന്നെ മാതാജിയുടെ മറുപടി എന്താണെന്നറിയാവോ? ഇന്നേ ദക്ഷിണാമൂർത്തി ഭഗവാന് കരിഞ്ഞ ചോറ് വേണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ടാ കരിഞ്ഞത്. ഒരു ദിവസം കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മൂപ്പർക്ക് തോന്നി കുഴഞ്ഞ ചോറ് കഴിക്കണമെന്ന്, അതുകൊണ്ടാ കുഴഞ്ഞു പോയത്. ഒരു ദിവസം പോലും ആ സാധ്വി അയ്യോ നൈവേദ്യം നമ്മളാണെന്ന് വിചാരിക്കൂ, നൈവേദ്യം വെച്ചിട്ട് കരിഞ്ഞു പോയാൽ അയ്യോ ഭഗവാന്റെ കോപമാണോ എന്താണോ അതാണോ എന്നൊക്കെയല്ലേ പറയുക. മാതാജി പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ എന്നും ഞാനല്ല ചെയ്യണത്, ഇതിങ്ങനെ ഒരുക്കി അങ്ങോട്ട് വെക്കും. കാലുമേ കാലും കയറ്റി വെച്ചാൽ വടമൂലത്തിൽ വെറുതെ ഇരിക്കുകയല്ലേ ദക്ഷിണാമൂർത്തി ഭഗവാൻ. ഭഗവാൻ നോക്കിക്കോളും എങ്ങനത്തെ ചോറ് വേണമെന്നുള്ളത്. ഇതാണ് മാതാജി ശാന്താദേവി എന്നെ പഠിപ്പിച്ചു തന്ന പാഠം. അതായത് എന്ത് തന്നെ നമ്മൾ ചെയ്താലും അതിന് എന്ത് തന്നെ പ്രതികരണം ഉണ്ടായാലും എന്ത് തന്നെ പ്രതിഫലം എന്ത് കിട്ടിയാലും ആ മാതാജി അത് ബാധിക്കില്ല. ഇത് 24 വർഷം കൂടെ രാവും പകലും ഇരുന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട ഒരാളാണ് കേട്ടോ ഈ ശിവപ്രിയ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണത്, ഈ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണത് മുഴുവനും ഭഗവാനാണ്, നമുക്കൊരു പങ്കുമില്ല. നമ്മളെ വെറും ഒരു ഉപകരണം പോലെ ആക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നിനും ദുഃഖം വരില്ല. നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ചു ആറ്റുന്നോറ്റ് അതിനെ അങ്ങനെ അങ്ങോട്ട് വളർത്തി വന്നതോ പാളിപ്പോയി എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുവോ? സങ്കടപ്പെടില്ല. സങ്കടപ്പെടും. ഇപ്പോ ഇത് മനസ്സിലാക്കിയാൽ ഇതിനെ പ്രസവിക്കാൻ അയച്ചതും ഇതിനെ ഉണ്ടാക്കി തന്നതും ഇതിനെ വളർത്തി തന്നതും ഇതിന്റെ ഭാവി തീരുമാനിച്ചു തരുന്നതും ഒന്നും നമ്മളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ? ഒന്നുമില്ല. മിണ്ടാതിരിക്കുക തന്നെ. ഒരു സങ്കടത്തിന്റെ ആവശ്യമില്ല. നമ്മൾ വിചാരിച്ച എന്തും എങ്ങനെ സംഭവിച്ചാലും നമ്മൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരാർപ്പണ ബുദ്ധിയായി ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ പിന്നെയോ അതിന് പ്രതിഫലം കിട്ടുമല്ലോ. നമ്മൾ ചെയ്യണതിന് പ്രതിഫലം കിട്ടാതിരിക്കില്ല. ചിത്തശുദ്ധിയായിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക എന്നുള്ളതാണ്. എനിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇവിടെ വന്നിരുന്ന നല്ല കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുക ചെയ്യണത്. എനിക്ക് ഇതിൽ നിന്നൊന്നും കിട്ടണ്ട, എനിക്ക് പുണ്യവും കിട്ടാനില്ല, പാപവും വേണ്ട, എനിക്ക് പൈസയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, പേരും വേണ്ട, പെരുമയും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ചെയ്താൽ നമുക്കിതിന് കൂലി കിട്ടാണ്ടിരിക്കില്ല. ചെയ്ത പണിക്ക് കൂലി കിട്ടും. അത് ചിത്തശുദ്ധിയായിട്ട് മനഃശുദ്ധിയായിട്ടാണ് അതിന് കിട്ടുക. അപ്പൊ നമ്മളിങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ദുഷ്കർമ്മം ചെയ്യരുത് കേട്ടോ, നിഷ്കാമകർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ചിത്തശുദ്ധി ആയിട്ട് അതിന് പ്രതിഫലം കിട്ടും. ഇനി 4ാമത് പറഞ്ഞേക്കണ എന്താണെന്നറിയാമോ? ജ്ഞാനമാർഗത്തിൽ കൂടി പോകുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. നമ്മളാരും ആ മാർഗത്തിൽ കൂടി അങ്ങനെ ഇപ്പൊ പോകുന്നുണ്ടാവില്ല. ഇനി പോകുമ്പോ ആലോചിച്ചാൽ മതി. അപജിതി കാമ്യേ മതിസ്ത്യജ്യതാം. എന്ത് കാര്യം നമ്മൾ ചെയ്താലും ശരി, നമ്മൾ ഒന്നും ആഗ്രഹിക്കരുത്, ഒരു നിസ്സാരം പോലും ആഗ്രഹിക്കരുത്. അതെ, കുട്ടികളെ പഠിച്ചു ഇത് കുട്ടികളെ ആക്കണതിനാ വലിയവരാകട്ടെ, പഠിച്ചു കഴിഞ്ഞു വന്നാൽ ആദ്യം തന്നെ വേണ്ടത് എനിക്കൊരു നല്ല ഉദ്യോഗം കിട്ടണം.
ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ വീട് നല്ലതല്ലെങ്കിൽ നല്ലൊരു വീട് കെട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം, പിന്നെ നാട്ടിൽ പേരും പെരുമയൊക്കെ വേണം, കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേ പേരൊക്കെ ഉണ്ടാവുമല്ലോ, പേരും പെരുമയും ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയെല്ലാം നമ്മൾ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ചെയ്യണത്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഇങ്ങനെ ഈ ജ്ഞാനമാർഗത്തിൽ കൂടി പോകുന്ന ആളുകള്, അതായത് സുഖദുഃഖങ്ങൾക്ക് അപ്പുറമുള്ള ആനന്ദം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒരു ചെറിയ ആഗ്രഹം പോലും വെക്കരുത്. ഞാൻ ഒരു കഥ പറയട്ടെ. ഒരു പാവം കേട്ടോ ഒരു സന്യാസി, അയാൾക്കൊന്നുമില്ല, അദ്ദേഹത്തിന് ഒന്നുമില്ല, ഒരു പിച്ചപാത്രം പോലും ഇല്ല, കയ്യിൽ മേടിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളായിരുന്നു. ഉടുക്കാനാണെങ്കിൽ ഒരു കൗബീനം മാത്രം, മാറി ഉടുക്കാൻ ഒരു കൗബീനം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അയാളോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു, അയ്യോ ഇങ്ങനെ ഒരു സന്യാസി. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ സന്യാസിമാരെ, ഞാനും ഒരു സന്യാസിനിയാ. ഇങ്ങനെ ഒരു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എല്ലാ ആളുകളും അദ്ദേഹത്തെ വളരെയധികം പൂജിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. കുളി കഴിഞ്ഞ് വന്നാൽ ആ ഉടുത്തേക്കണ കൗബീനം തന്നെ ഒന്ന് ഒലമ്പിട്ട് അത് തന്നെ ഉടുക്കും, അത് ഉണങ്ങാൻ അത് ശരീരത്തിൽ കിടന്നുണങ്ങണം, അങ്ങനെയായത് ഉണങ്ങുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരാൾ എന്ത് ചെയ്തു, നോക്കൂ ഇങ്ങനെ ഈ ഈറൻ കൗബീനം ഉടുത്ത് നടക്കണേ എന്താ, അപ്പം എനിക്ക് മാറി ഉടുക്കാനില്ല, ആവശ്യമില്ല, നഗ്നത പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല, ഇതാ ഇത് ഉടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്യാസിയിലേക്ക് കയ്യുമ്മിലേക്ക് ഒരു തുണി കഷ്ണം പിടിപ്പിച്ചു. തീർന്നു, അതോടുകൂടി തുടങ്ങി പ്രശ്നം. ഈ കഥ പലരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആ കൗബീനം മാറി മറ്റേതൊട്ട് ഒരു സുഖം തോന്നി കേട്ടോ, ഈ ഈറൻ ഉടുത്ത് നിൽക്കണേനേക്കാളും ഉണങ്ങിയത് കൊടുത്തപ്പോൾ. അപ്പം ഈ ഈറൻ കൊണ്ടുപോയി ഉണക്കാനിട്ടപ്പോൾ ഒരു വേലിയിലോ എന്തോ ചെറിയ കുടിലോ എന്തോ ഉണ്ട് അങ്ങോട്ട്, അവിടെ ഉണക്കാനിട്ടു. പിറ്റേ ദിവസം മാറി കൊടുക്കാൻ നോക്കിയപ്പോൾ ഉണ്ടോ ആ കോണകം കാണാനില്ല. അത് കുറച്ചു ദൂരം മാറിയിട്ട് എലി കടിച്ചു പറിച്ചിട്ടേക്കണു. അപ്പോൾ ഇങ്ങോരെ എന്താ വിചാരിക്കേണ്ടിയിരുന്നത്, ഞാൻ ആലോചിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് ആ ഒരു കൗബീനം മതിയായിരുന്നു, അത് എൻ്റെ അരേന്ന് എലി വന്ന് കടിച്ചോണ്ട് പോവില്ലല്ലോ എന്ന് വിചാരിച്ച ഒരു കൗബീനം മാത്രമായിട്ട് അയാൾക്ക് ഇരിക്കായിരുന്നു. പക്ഷെ അയാൾ പാവം ഒരു ദിവസം ഇങ്ങനെ നല്ല ഉണങ്ങിയതൊക്കെ കൊടുത്തപ്പോൾ അയാൾക്കൊരു സുഖം തോന്നി. അപ്പോൾ വേറെ ഒരു കൗബീനം ഇറക്കാൻ പോയി. ഈ ഭിക്ഷാന്നമാണ് കഴിക്കുന്നത്, അപ്പോൾ ഇറക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും എലി ഇയാൾ മേടിച്ചു തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും എലി കടിച്ചിടുന്നൊരു സമ്പ്രദായമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, അതേ നിങ്ങളിങ്ങനെ എലി കടിച്ചു എന്നും പറഞ്ഞാൽ എന്നും കൗബീനം ഇറക്കാൻ നിൽക്കേണ്ട, ഒരു പൂച്ചയെ വളർത്തു, അപ്പം എലി പോയിക്കോളും. അപ്പം അയാൾക്ക് അത് നല്ല ഐഡിയ ആയിട്ട് തോന്നി. പൂച്ചയെ വളർത്താൻ വന്നപ്പോൾ ഇയാൾ ഭിക്ഷാന്നം മേടിച്ച് കഴിക്കുമ്പോൾ പൂച്ച വന്നെടുത്തിരിക്കും, അതിനെന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ പൂച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, പൂച്ചയ്ക്ക് കൊടുക്കാണ്ട് നമ്മൾ കഴിച്ചാൽ എങ്ങനെയാ, പൂച്ച ഈ ചോറും ഇയാൾക്ക് കിട്ടണമൊന്നും കഴിക്കില്ല, അതിന് പാല് വേണം. അപ്പം എന്ത് ചെയ്തു, ഒരു പശുവിനെ സംഘടിപ്പിച്ചു. അതും അയാൾക്ക് കിട്ടിയിട്ടോ. അയാൾ നല്ല ഒരു സന്യാസി ആയതുകൊണ്ട് ഒരു പശുവിനെ ഒരാൾ കൊടുത്തു, ആ പശുവിനെ കൊണ്ടുവന്നു. അപ്പുണ്ട് അത് മുറ്റം മുഴുവനും ചാണകം ഇട്ട് വെക്കുക, അപ്പം അതിനൊരു തൊഴുത്ത് വേണം. അപ്പം ആരൊക്കെയോ സഹായിച്ചൊരു തൊഴുത്തുണ്ടാക്കി കൊടുത്തു. അപ്പുണ്ട് ഇയാൾക്ക് നേരമുണ്ടോ തൊഴുത്തിൽ ചാണകം വരാനും പശുവിനെ കുളിപ്പിക്കാനും പാല് കറന്നിട്ട് പൂച്ചയെ കുടിപ്പിക്കാനും. അങ്ങോർക്ക് ബ്രഹ്മത്തിലിരിക്കുന്ന ആളല്ലേ, ഏതു നേരം ഈശ്വര ധ്യാനത്തിൽ ഇരിക്കേണ്ട ആളല്ലേ. അപ്പം എനിക്കിതിനൊന്നും നേരമില്ലല്ലോ എന്നും പറഞ്ഞ് ഒരു പണിക്കാരത്തി പെണ്ണിനെ ഏർപ്പാട് ചെയ്തു കേട്ടോ. ഇനിയുള്ള കഥ ഞാൻ പറയില്ല, കാരണം ഇനിയുള്ള കഥ പറഞ്ഞാൽ ഞാനൊരു സന്യാസിനി, വേണ്ടാത്ത കഥകളൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പോയി. അപ്പം എവിടെ പോയി കാര്യം, അയാളുടെ ബ്രഹ്മത്തിൽ കൂടിയുള്ള ആ പോക്കണ്ട്, ഏതു നേരം ബ്രഹ്മത്തിൽ തന്നെ ഇരിക്കുന്ന മനസ്സിലുള്ള അഴുക്കിനെ മുഴുവൻ കളയണമെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പൊല്ലാപ്പം എല്ലാം അയാൾക്ക് വന്നു. അപ്പോൾ കാമ്യേ മതി ത്യജ്യതാം, അതാണ് 4ാമത് ആചാര്യൻ പറഞ്ഞത്. ഒന്നിലും ആഗ്രഹം പാടില്ല, നിസ്സാരം ഒരു കൗബീനത്തിന്റെ കഷ്ണത്തിൽ പോലും നമ്മൾ ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ പിന്നാലെ നിറയെ പാപകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഇനിയാണ് അടുത്ത തമാശ, പാപമുഖ പരിധൂയതാം. എന്താണ് ഈ പാപം എന്ന് പറയണത്, എന്താണ് പുണ്യം എന്ന് പറയണത്? വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്താലാണ് പാപം ഉണ്ടാവുക, എന്ത് ചെയ്താലാണ് പുണ്യം ഉണ്ടാകുക എന്നുള്ളത് കവയോപ്യത്ര മോഹിതാഹ എന്നാണ് പറഞ്ഞേക്കുന്നത് ഭഗവത്ഗീതയില്. വിദ്വാൻമാർക്ക് പോലും അറിയില്ല ചെയ്യേണ്ടത് എന്താ, ചെയ്യാൻ പാടില്ലാത്തത് എന്താന്ന്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം ചോദിക്കാനുണ്ടോ? ഒരു നിസ്സാര കാര്യം പറയാം. ഈ നേരമല്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിറയെ കൊതുക് വന്നിരിക്കും. കൊതുക് വന്നിരിക്കുമ്പോൾ കൊതുകിനെ തിന്നാനായിട്ട് ഗൗളി വരും, പല്ലി.
പല്ലി വരും. ആ പല്ലി വന്നിട്ട് ഇങ്ങനെ വിശന്ന പല്ലി വരണത്. ഒരു കൊതുവിനെ ഇങ്ങനെ അടുത്ത് വരെ വന്ന് കൊതുക് കാണില്ല. ഇങ്ങനെ അടുത്ത് വരെ വന്ന് നിൽക്കുമ്പോൾ അപ്പം ഞാനത് നോക്കുമ്പോഴേ അയ്യോ പാപം, ഇപ്പം ആ കൊതുവിനെ പല്ലി തിന്നില്ലേ എന്നും പറഞ്ഞ് പതുക്കെ ഇങ്ങനെ എന്നും പറഞ്ഞ് ഒരു ഊതിയാല് കൊതുക് പറന്നുപോയി. എൻ്റെ മനസ്സിലെ വിചാരം എന്താണെന്നറിയാമോ? ഞാൻ കൊതുകിനെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഇപ്പം ആ പല്ലി തിന്നിട്ട് അപ്പം അതൊരു സത്കർമ്മമാണോ? അതോ അതെന്ത് കർമ്മമാണത്? ഞാൻ വിചാരിച്ചത് വളരെ നല്ല കാര്യമാണ്, ഇതുകൊണ്ട് എനിക്കിത് ഇത്രയും പുണ്യം കിട്ടുന്നു. പക്ഷേ ആ ഗൗളിയെ സംബന്ധിച്ചിടത്തോളം അതെവിടേക്കോ തെണ്ടി വന്നിട്ട് വിശന്ന് വന്നിട്ട് ഒരു കൊതുകിന് കിട്ടാൻ പോയപ്പോൾ എൻ്റെ വായിലേക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ അതിനെ തട്ടിക്കളഞ്ഞു. ഞാൻ എന്ത് മഹാപാപമാണ് അതിനോട് ചെയ്തത് അല്ലേ? ശിബി ചക്രവർത്തിയുടെ കഥ പണ്ട് പഠിച്ചിട്ടുണ്ട്. ശിബി ചക്രവർത്തിയുടെ അടുത്തേക്ക് ഒരു പ്രാവ് മേത്ത് അമ്പും കൊണ്ടുകൊണ്ട് ഒരു പ്രാവ് ഓടി വന്ന് ചക്രവർത്തിയുടെ മടിയിൽ വന്നിരുന്നു, അഭയം പ്രാപിച്ചു. അപ്പോൾ പാവം ചക്രവർത്തി വേഗാന്തിൻ്റെ അമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിന് മരുന്നൊക്കെ പുരട്ടി അതിനെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേടൻ വന്നേക്കണു. ഞാനാണ് ഇതിനെ അമ്പ് ഇത് വീഴ്ത്തിയത്, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് തിന്നാനുള്ളതാണ് ഇതിനെ എനിക്ക് വേണം. അപ്പം ചക്രവർത്തി പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഞാൻ വേറെ തരാം, വേറെ എന്തെങ്കിലും തരാം. അല്ലല്ല, എനിക്ക് മാംസം തന്നെ വേണം, ചോറും കറിയൊന്നും എനിക്ക് മാംസം തന്നെ വേണം. ചക്രവർത്തി എന്താ ചെയ്തേ കഥയില്? അവനവന്റെ തൊടേന്ന് വേറൊരു ജന്തുവിനെ കൊന്നുകൊടുത്താൽ ആ ജന്തുവിനെ കൊല്ലണ്ടേ? അതിനേക്കാളും ഭേദം ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരത്തിൽ നിന്നും ആ പ്രാവിന്റെ അത്രയും തൂക്കം വരണം മാംസം മുറിച്ചെടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അതാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നമ്മളെ പരിശുദ്ധരാക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പുറമേക്ക് കാണിക്കണതുണ്ടല്ലോ, അതല്ല. ഒരു കർമ്മം നിഷ്കാമ കർമ്മമാണെങ്കിൽ അത് ഒരു ജന്തുക്കൾക്കും ഒരു മനുഷ്യർക്കും ആർക്കും ഉപദ്രവമില്ലാതെ ഉപകാരപ്രദമായിരിക്കണം. അപ്പോൾ ഈ ഗൗളിയുടെ കഥ പറഞ്ഞില്ലേ, അതില് ഗൗളിക്ക് എന്തെങ്കിലും തിന്നാനിട്ട് കൊടുത്തിട്ട് വേണം. കൊതുകിനെ ഓടിച്ചോളൂ, ആ ഗൗളിക്ക് എന്തെങ്കിലും തിന്നാനിട്ട് കൊടുക്കണം. എന്നാലേ അത് ശരിയായിട്ടുള്ള നമ്മുടെ ചിത്തശുദ്ധിക്ക് പറ്റിയ കർമ്മമായി തീരുള്ളൂ. ശരിയല്ലേ? അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് ആരോടാ പറയണേ? ജ്ഞാനമാർഗത്തിൽ കൂടി പോവാൻ തയ്യാറുള്ളവര്. ഇത്രയും കേട്ടപ്പോൾ തന്നെ ചിലരൊക്കെ ചിലപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ചിലർക്ക് തോന്നുന്നുണ്ടാവും നമുക്കൊന്ന് മുൻപോട്ട് തന്നെ പോകാമെന്ന്. ആ മുൻപോട്ട് പോകേണ്ടവർക്ക് പാപൗഘ പരിദൂയതാം, ഈ പാപസഞ്ചയത്തെ കഴുകിക്കളയണം. ഇങ്ങനെ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. അറിയാതെ ദുഷ്കർമ്മം എന്നറിയേ ചെയ്യുന്നുണ്ട് കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ ദുഷ്കർമ്മം. പേപ്പറിലൊക്കെ നോക്കിയാലേ, ഞാൻ അതിനെപ്പറ്റി പറയണേ ഇല്ല, എന്തൊക്കെയാണ് കാണുന്നത്. ഓരോരുത്തർ എന്തെല്ലാം ദുഷ്ടതരം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ പോവുമോ? ഇത് പലിശ സഹിതമല്ല, കൂട്ടുപലിശ സഹിതം ഇത് തിരിച്ചു കിട്ടും ഓരോരുത്തർക്കും. ആരെല്ലാം മഹാപാപങ്ങൾ ചെയ്യുന്നുണ്ടോ അവരെ ഒന്നും ആ പരാശക്തി വിടില്ല കേട്ടോ. അവർക്ക് അതിന് മുതലും പലിശയും കൂട്ടിയിട്ട് അനുഭവിക്കേണ്ടി വരും. ഈ പേടിയില്ലാത്തത് കൊണ്ടും ഇത് അറിയാത്തത് കൊണ്ടുമാണ് പാപം ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചേക്കണ പാപങ്ങൾ എത്രയോ ഉണ്ട്, അറിഞ്ഞും അറിയാതെയും. ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ആ ചെയ്തു വെച്ച പാപത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞില്ലേ, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ആഘാതം ഏൽക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഇടി ഏൽക്കുമ്പോൾ ഭഗവാനെ താങ്ങാനുള്ള ശക്തി കിട്ടണേ. ആ ശക്തി കിട്ടണമെങ്കിൽ ഈ സെക്കൻഡ് മുതൽ പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. പരോപകാരമാണ് പുണ്യം എന്ന് പറഞ്ഞാൽ പരോപകാരം. പാപം എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ചിട്ടുള്ളത് പരനിന്ദ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞും അറിയാതെയും എത്ര പരദ്രോഹമാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും എത്രയോ നമ്മൾ പരനിന്ദ പരദ്രോഹം ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിർത്തൽ ചെയ്തിട്ട് പരോപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം ഇന്നു മുതൽ ചെയ്തുകൊണ്ട് പോയാൽ ഇന്ന് വരെ ചെയ്തു വെച്ചേക്കണ പാപങ്ങളുടെ ഫലം കിട്ടുമ്പോൾ അതിനെ താങ്ങാനുള്ള ശക്തി നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് ഈ പുണ്യകർമ്മങ്ങളെ കൊണ്ട് വേണം പാപം നമ്മൾ ചെയ്തു വെച്ചേക്കണ പാപസഞ്ചയമുണ്ടല്ലോ, വാസനാ സഞ്ചയം, അതിനെ നമുക്ക് ലൈറ്റാക്കി കൊണ്ടുവരാനായിട്ട്. അടുത്തത് ഭവസുഖേ ദോഷോനുസന്ധീയതാം. പിന്നെ നമ്മൾ അടുത്തത് ആറാമത്തേത് നമ്മൾ ചെയ്യേണ്ടത് ഭവസുഖത്തിൽ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സുഖങ്ങൾ എന്തൊക്കെയാ? ഇവിടെ കാണുന്ന സുഖങ്ങൾ ഭക്ഷണം. വിശക്കുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുക, അതൊരു സുഖമാണ്. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദ്യോഗം കിട്ടി പണം കിട്ടുക,
അതൊരു സുഖമാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെലവാക്കുക, അതിനൊരു സുഖം. ഒരു നല്ല വീട് കെട്ടുക, നല്ല ഒന്നാന്തരം വീട് കെട്ടിയിട്ടുണ്ട്, നല്ല വീട് കെട്ടിയിട്ടുണ്ട്, അതൊരു സുഖം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ലൈംഗിക ബന്ധത്തിൽ അതിലൊരു സുഖം. ഓരോ സുഖങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതിൽ ആ സുഖത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓർമ്മിക്കണമെന്ന്, അപ്പുറത്തും ഇപ്പുറത്തും ദുഃഖമാണ്. ഒരു ഉദ്യോഗം കിട്ടി, അപ്പൊ കുറച്ചൊക്കെ കടമൊക്കെ ഉണ്ടായിരുന്നു, കടം വീട്ടണം. ജോലി കിട്ടി, കൈ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ശരീരത്തിന് എന്തെങ്കിലും ഒരു ഉവ്വ് വന്നപ്പോൾ ആശുപത്രി പോകണം, തീർന്നു. അതോടുകൂടി നമ്മുടെ സമ്പാദ്യം മുഴുവനും ആശുപത്രിക്ക് കൊണ്ടുപോയാൽ മതി, തീരും. ഇനി അതൊന്നും ഉണ്ടായില്ല, നിറയെ പണം കിട്ടിയാലോ ടാക്സ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സുഖത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ദുഃഖമുണ്ടായിരിക്കുന്നത് അത് നിയമമാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈംഗിക സുഖം അത് അനുഭവിച്ചാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക്, അതുവരേക്കും ഈ സുഖം കിട്ടിയില്ലല്ലോ എന്നുള്ള വെപ്രാളം. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങുക ഈ ഓരോരോ വയ്യായ്യ. അത് കഴിഞ്ഞാൽ ഓരോരോന്ന്. അത് കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ 10 മാസത്തേക്ക് പിന്നെ എണീക്കുകയേ വേണ്ട. പുരുഷനാണെങ്കിൽ അവൾക്കും അവിടെ കുഞ്ഞിനും വേണ്ട കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. തൻ്റെ കാര്യം അന്വേഷിക്കാൻ തന്നെ വയ്യാണ്ടിരിക്കുമ്പോഴാണ് അത് ഈ വയ്യാവേലി വരണത്. ഇങ്ങനെ പോകും. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, ഭവസുഖത്തിൽ ദോഷമേ ഉള്ളൂ. അത് ഭർതൃഹരി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാദ്ഭയം എന്ന് പറഞ്ഞ് കുറേ ഭയങ്ങൾ. എല്ലാ ഭയവും പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോവുകയെ. അപ്പോൾ അങ്ങനെ എന്തു വേണം, ഭവസുഖത്തിൽ ദോഷം കാണുക. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കാര്യം, അതാ സുഖം വേണോ അതോ സുഖത്തിന് താൽക്കാലികമായ സുഖം വേണോ, ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് വെക്കണോ, അതോ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണത് നമ്മൾ ഈ ഭവസുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അതിൻ്റെ ദോഷത്തെ അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അറിയില്ല. ഇപ്പം ഭവസുഖമൊക്കെ സുഖമാണെന്ന് പറഞ്ഞാൽ പോണത്. നമ്മൾ എത്ര പേര് ഇവിടുന്ന് ഫോറിനിലേക്ക് പോയിട്ടുണ്ടോ, എത്ര പേര് പണം സമ്പാദിക്കാൻ പോയിട്ടുണ്ടോ, വാസ്തവത്തിൽ സത്യമായിട്ടും അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് അവിടെ കാര്യം പണം കൂടുതൽ കിട്ടിയാലും ഇവിടെയുള്ള സമാധാനവും സുഖവും നിങ്ങൾക്കുണ്ടോ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആത്മാർത്ഥമായിട്ട് പറയണ മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും. അത് ഈ ഭവസുഖത്തിൽ ദോഷം ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നറിയാമോ, ഭവസുഖത്തില് ദോഷമുണ്ട്. ഭവസുഖേ ദോഷോനു സന്ധീയതാം ആത്മേച്ഛാവ്യവഹീയതാം നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം. അത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പോഴാണ് ആത്മാ എന്നൊക്കെ പറയുന്നുണ്ടായില്ലോ, ഓരോരുത്തർ പറയുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്ത് ഏതാണ്ട് ഒരു ആനന്ദം ഉണ്ടെന്ന്. അതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള താല്പര്യം ഉണ്ടാവുക. അതുള്ളവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. അതായത് കുറെ സുഖം സുഖിച്ചു, കുറെ ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനി സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള ഒരു ആനന്ദമുണ്ട് എന്നുണ്ടല്ലോ, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, അറിയണം എന്നുള്ളതായ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ വീട് വിട്ടു പുറത്തേക്ക് പോകാൻ. നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം, അതായത് അവനവൻ്റെ വീട് വിട്ടങ്ങോട്ട് പോവാൻ. എന്ന് പറഞ്ഞാലോ ആചാര്യസ്വാമികൾ നമ്മളെത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, അതിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാൻ ദുഃഖം വന്നാല്. ഒരു ശിഖിധ്വജന്റെയും ചൂടാലയുടെയും കഥ ഞാൻ ചുരുക്കി പറയാം. ശിഖിധ്വജ ചക്രവർത്തി അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു, ഇതൊന്നും വേണ്ടാ തോന്നി, ഞാൻ പോവുകയാണ്, എനിക്ക് വൈരാഗ്യം മൂത്തു എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു പോവല്ലേ, മക്കൾ വലുതായിട്ടില്ല, രാജ്യഭാരം മക്കളെ ഏൽപ്പിച്ചിട്ട് പോകൂ, അല്ലെങ്കിൽ രാജ്യം അനാഥമാകും, പോവല്ലേ എന്ന് പറഞ്ഞു. ഹേയ് ഞാൻ പോവാന്നും പറഞ്ഞു പോയി. ശിഖിധ്വജൻ പോയി. 12 കൊല്ലായി. ചൂടാല അവിടെ ഭരിച്ചു, രാജ്യം ഭരിച്ചു, മക്കളെ വളർത്തിയൊക്കെ ചെയ്ത് നിവൃത്തിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഒരു ദിവസം അന്വേഷിക്കാൻ പോയപ്പോഴാണ് സംഗതി മനസ്സിലായത്. അദ്ദേഹത്തിന് എനിക്കേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അപ്പൊ എന്തിനാ നമ്മൾ പോണത്, വീട് വിട്ടു പോണത്? എന്തിനാ വീട് വിട്ടു പോണത്? സമാധാനം കിട്ടാൻ വേണ്ടി. ഇവിടെയുള്ളതായ ഈ ദോഷങ്ങളെയൊക്കെ ഭവസുഖത്തിലുള്ള ദോഷങ്ങളെ അറിഞ്ഞിട്ട് നമുക്ക് സുഖം അന്വേഷിച്ച് പോയിട്ട്, ആനന്ദം അന്വേഷിച്ച് പോയിട്ട് മനസ്സിന് അശാന്തിയാണ് ഉണ്ടാവണത്. ചിലർക്ക് ഹോം സിക്നെസ് ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നാലേ ശരിയാവുള്ളൂ.
ഏത് ആ കാരാഗൃഹത്തിലേക്ക് വന്നാലേ. അപ്പൊ ഈ ആചാര്യർ ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ വീട് വിട്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ച വീട് വിട്ട് പുറത്തേക്ക് പോകലല്ല പ്രധാനം. നമ്മളുടെ ശരീരത്തെക്കുറിച്ചും അതിലുള്ള ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ കളിക്കണം മനസ്സിനെ കുറിച്ചും അതിൽ നിന്നും വിടാനാ പറയണത്. ഇനി ഗൃഹം വിട്ടാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ആ ഗുണങ്ങളെക്കാൾ കൂടുതൽ ഈ മനസ്സിനെ ഒതുക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോളൂ, ഒരു വിരോധമില്ല, യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതെ, വീട്ടിൽ തന്നെ ഇരിക്കാം. നാല് ചുറ്റും ആൾക്കാരുണ്ടായിക്കോട്ടെ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ മാത്രമാണെങ്കിൽ അത് ഏകാന്തതയായി. ഇങ്ങനെ അവനവൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിക്കലാണ് വാസ്തവത്തില് സ്വഗൃഹം ഉപേക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട് ഉപേക്ഷിച്ചാൽ ചില ആളുകൾക്ക് ഭാഗ്യവശാൽ അവർക്ക് വീട്ടിലെ ചിന്തകളൊന്നും വരാതെ ഈശ്വര ചിന്തയിലേക്ക് പോകാനായിട്ട് സാധിച്ചു എന്ന് വരും. അത് വീട്ടിലത്തെ സകല പ്രാരബ്ധങ്ങളും ഒഴിഞ്ഞ്, ദൈവഗത്യ ഒഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് സാധാരണയായിട്ട് വീട്ടിനെ കുറിച്ചുള്ള ചിന്തയോ ഒന്നും വരാറില്ല. അവർ ഈശ്വര ചിന്തയിൽ അവർ മുൻപോട്ട് പോവുകയും ചെയ്യും. ഇനി ഈ പോയാലോ എങ്ങോട്ടേക്കാ പോവേണ്ടേ? വീട്ടിൽ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നേരെ ചാരായ ഷാപ്പിലേക്ക് വൈകുന്നേരമായ ഷാപ്പിൽ പോയാൽ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ തിരിക്ക് ഇറങ്ങിയിട്ട് അവനും എൻ്റെ ഇതൊക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ അതല്ല വേണ്ടത്. അപ്പോ അടുത്ത ശ്ലോകം, ഇപ്പോൾ 8 എണ്ണം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത ശ്ലോകത്തില് അതിൻ്റെ 1-ാമത്തെ ഇതിലെ വരിയില് സംഘസ്സസ്തു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം. പോവേണ്ടത് എങ്ങോട്ടേക്കാ? സത്സംഗത്തിലേക്ക്. എന്താ സത്സംഗം എന്ന് പറഞ്ഞാല്? സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്. അത് ആചാര്യസ്വാമി എളുപ്പത്തിൽ പറഞ്ഞു. സജ്ജനങ്ങളുമായിട്ട് കൂടൂ. ഇങ്ങനെ വിഷമം വരുമ്പോ വീട് വിട്ടിറങ്ങുക, സജ്ജനങ്ങളുമായിട്ട് യോജിക്കുക. സജ്ജനങ്ങൾ എവിടെയാ? സജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന സജ്ജനങ്ങൾ ഈശ്വരപരമായ കഥകൾ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, പരോപകാരപ്രദമായ കാര്യങ്ങൾ, തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ പിന്നെ ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കുക, ധ്യാനിക്കുക, ജപിക്കുക, അങ്ങനെ രീതിയിൽ ജീവിക്കുന്ന നല്ല മനുഷ്യരെയാണ് സജ്ജനം എന്ന്. എത്ര പേരുണ്ട് അങ്ങനെ നമുക്ക് ആലോചിച്ചാൽ? അതായത് ഒരു ഇതിലുണ്ടല്ലോ, എന്താണ്, ലക്ഷം ജനതകൾ ഒന്നിച്ചു ചേർന്നാൽ ലക്ഷണമുള്ളതിൽ 1 2 എന്ന് പറഞ്ഞ് പാടിയിട്ടുണ്ട്. 1,00,000 പേര് കൂടി ചേർന്നാൽ എല്ലാം തികഞ്ഞവരെ 1 2 കാണുള്ളൂ. അങ്ങനെയുള്ള സജ്ജനങ്ങളെ കണ്ടാൽ തന്നെ നമ്മുടെ ഉള്ളിൽ അഴുക്കുള്ളിടത്തോളം കാലം സജ്ജനങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂല. അപ്പൊ എന്ത് ചെയ്യും? സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകാനാ ആചാര്യം പറയണത്. 9-ാമത്തെ നിർദ്ദേശം അതാണ്. എവിടെയാ സജ്ജനം? അതിന് വഴിയുണ്ട് കേട്ടോ. എവിടെയാ സജ്ജനം എന്നറിയാമോ? സജ്ജനങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രാമായണം, മഹാഭാരതം, ഭാഗവതം, അതുപോലെ 18 പുരാണങ്ങൾ എടുത്തോളൂ, 18 ഉപപുരാണങ്ങളും എടുത്തോളൂ. അതുമാത്രമല്ല, ഈ സജ്ജനങ്ങളുടെ ജീവചരിത്രം, വേദവ്യാസൻ, ശുഗമുനി, ശങ്കരാചാര്യർ, അതുപോലെ തന്നെ സായിബാബ, ഇങ്ങനെയുള്ളവരുടെ ജീവചരിത്രം വായിച്ചു നോക്കുക. സജ്ജനങ്ങളുടെ ജീവചരിത്രം വായിച്ചാൽ അതാണ് സജ്ജന സംസർഗം. നമുക്ക് ഈ കാലത്ത് കിട്ടാവുന്ന സജ്ജന സംസർഗം, സജ്ജനങ്ങളെ കണ്ടുപിടിച്ച് കിട്ടുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഈശ്വര അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും കിട്ടിയാൽ നന്നായി. അല്ലെങ്കിൽ നമുക്ക് സജ്ജന സംസർഗം എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ പുസ്തകങ്ങൾ, അവരെ വെച്ച് ഇരുന്ന് അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പം അവരുടെ കൂടി ആവും സംഘം. അങ്ങനെ സംഘം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാമോ? സജ്ജന സംഘം വന്നു കഴിഞ്ഞാൽ ഭഗവാനിൽ ഭക്തി ഉറയ്ക്കും. അത്രേ, ഭഗവാനിൽ ഭക്തി ഉറയ്ക്കും. അപ്പൊ ഇപ്പോഴും നമുക്ക് ഭക്തി ഇല്ലേ? എനിക്ക് വേണ്ടത്ര ഭക്തിയുണ്ട്. ഞാൻ ദിവസവും ജപിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഒലപ്പെണ്ണ അല്ലെങ്കിൽ ഒരു 1.25 രൂപയുടെ ഒരു പുഷ്പാഞ്ജലി, എന്നിട്ട് ഇത്രയും നീളത്തിലൊരു ചാർത്ത്, അങ്ങനെ എൻ്റെ മകൾക്ക്, മൂത്ത മകൾക്ക് ആൺകുട്ടി ഉണ്ടാവണേ, 2ാമത്തെ മകളുടെ കല്യാണം കഴിയണേ, മകന് ഉദ്യോഗം കിട്ടണേ, ഇങ്ങനെയുള്ള ചാർത്തുമായിട്ട് പോകും 1.25 രൂപയ്ക്ക് പുഷ്പാഞ്ജലിയും കൊണ്ട്. ഇതാണ് നമ്മുടെ ഭക്തി. അതല്ല ശരിയായിട്ടുള്ള ഭക്തി. നാരദ ഭക്തി സൂത്രങ്ങൾ വായിക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപ്രേമരൂപമാണ്. ഇപ്പൊ 2 പേര് തമ്മിൽ പ്രേമമാണെന്ന് വിചാരിക്കൂ. പ്രേമിക്കുമ്പോൾ അത് ആ പെൺകുട്ടി പോയിട്ട് ചേട്ടാ എനിക്ക് അത് മേടിച്ചു തരൂ, ഇത് മേടിച്ചു തരൂ, അത് തരൂ, ഇത് തരൂ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തില്ല. അതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്തായാലും അയാൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കുക, എന്തായാലും കൊടുക്കും. അയാളും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കുക ചെയ്യുക.
ഒന്നും ചോദിക്കില്ല, എല്ലാം അങ്ങോട്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് അവനവൻ്റെ കാര്യം സാധിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഡിമാൻഡ്സൊക്കെ മാറുന്നത്. അതുപോലെ ഈശ്വരനോടുള്ള പരമപ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും രക്തവും എൻ്റെ എല്ലാം എൻ്റേതെല്ലാം ഭഗവാൻ എനിക്കൊന്നും തരണ്ട. ഇതാണ് ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ഉറയ്ക്കോ അത്രേ ഏത് ഈ സജ്ജന സംസർഗം കൊണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത് ശാന്ത്യാദി പരിചയതാം ദൃഢതരം കർമാശു സന്ധ്യജ്യതാം. ഇത് 8, 2, 10, 12. ശാന്തി മുതലായതിനെ നമ്മൾ ശീലിക്കണം. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമം, ദമം, ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞ് നല്ല ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെല്ലാം നമുക്ക് ചിലത് ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. ചിലർ പ്രകൃതിയാ ശാന്തരായിരിക്കും, ചിലർ പ്രകൃതിയാ ഇത്തിരി കോപം വരണവരായിരിക്കും. കോപം വരുന്ന ആളാണെങ്കിൽ കോപത്തിനെ അടക്കുക തന്നെ വേണം. എന്നിട്ട് ശാന്തി, സമാധാനം, ശാന്തി, ശ്രദ്ധ, അതേപോലെയുള്ളതായ തിദിക്ഷ, ക്ഷമയുടെ അങ്ങേയറ്റത്തേന്നാണ് തിദിക്ഷ എന്ന് പറയുന്നത്. സഹനം, സർവ്വദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താ വിലാപരഹിതം എന്നാണ് തിദിക്ഷയ്ക്ക് പറയുന്നത്. അപ്പോൾ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അതിനെ, ആ ദുഃഖങ്ങളെ യാതൊരു ചിന്തയോ വിലാപമോ കൂടാതെ, കരയാതെ, അതിനെപ്പറ്റി ചിന്തിക്കാതെ അനുഭവിക്കുക. അതാണ് തിദിക്ഷ. ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്നറിയാമോ? അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൃഢതരം കർമാശു സന്ധ്യജ്യതാം. ഈ നമ്മളെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതായ കർമ്മങ്ങൾ, നമ്മളിൽ ഒട്ടലുണ്ടാക്കുന്ന കർമ്മങ്ങളുണ്ട്. അതായത് കാമ്യകർമ്മങ്ങളുണ്ട്, നിഷ്കാമ കർമ്മങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളിൽ ഒട്ടലുണ്ടാക്കും, നമ്മളെ ഒട്ടിപ്പിടിപ്പിക്കും. ആ കർമ്മത്തിൽ ഒട്ടിപ്പിടിച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ 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 കുറേ അതിന് പിന്നാലെ കർമ്മം ചെയ്യണത് വേഗം കഴിയും. 1 സെക്കൻഡും കൊണ്ട് കർമ്മം ചെയ്യാം. അതിൻ്റെ ഫലം വരണത് വളരെയധികം വാസനാരൂപത്തിൽ ജന്മജന്മാന്തരങ്ങളിലായിട്ട് വരും. കേട്ടിട്ടില്ലേ ദ്രൗപദിയുടെ കഥ? ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ കുളിച്ചോണ്ടിരുന്നപ്പോൾ അയാളുടെ കൗപിനം വെള്ളത്തിൽ പോയപ്പോൾ ദ്രൗപദി ദേവി അത് കണ്ടു. ഉടനെ തന്നെ ഒരു കഷ്ണം തുണി കീറിയെടുത്തിട്ട് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. അതും കൊണ്ട് അദ്ദേഹം പോയി വാഴ്ത്തി. വാഴ്ത്തിയതാണ് വേറെ ഏതോ ഒരു ജന്മത്തിൽ ദുശാസനൻ വന്ന് അവളുടെ തുണി ഉരിക്കാൻ നോക്കിയപ്പോൾ അയാളുടെ കൈ കുഴഞ്ഞതല്ലാതെ അവളുടെ നഗ്നത കാണിച്ചു കൊടുത്തില്ല. ഈ കഥകളെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യരുത്. അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ രക്ഷിക്കും. ഇനി സദ്വിദ്വാൻ ഉപസർപ്യതാം പ്രതിദിനം തത് പാതുകാസേവ്യതാം. ഇത്രയായി. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം തന്നെ ഇത് വായിച്ചു, നമ്മുടെ ജ്ഞാനപ്പാന പോലുള്ളതൊക്കെ വായിച്ചു. അതിൽ പറഞ്ഞേക്കണ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ എന്തുണ്ടായി? അതിൽ നിന്ന് ഈ പാപം ഒക്കെ കഴുകി കളയാനുള്ളതായ പുറപ്പാടായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്തു ഭവസുഖം വേണ്ട, ഭവസുഖത്തിൽ ദുഃഖമുണ്ട്, അതുകൊണ്ട് സുഖവും വേണ്ട ദുഃഖവും വേണ്ട എന്ന് തീരുമാനിച്ചു. വീട് വിട്ടിറങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും വന്നു കഴിഞ്ഞു. സജ്ജനങ്ങളുമായിട്ട് സംസർഗത്തിൽ വന്നു കഴിഞ്ഞപ്പോഴോ ഭഗവാനിൽ ഭക്തി വന്നു തുടങ്ങി. ശാന്തി മുതലായ ആ സ്വഭാവങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞാലോ ഈ നമ്മളിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പം അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് വീണ്ടും 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 വാസനാരൂപത്തിൽ വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത എന്താ ഉണ്ടാകുന്നത്? അങ്ങനെ വരുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെയാണ് സജ്ജന സംസർഗം ഉണ്ടായത്. സജ്ജനങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ല. ഇത്രയായി കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മുടെ മുൻപിലേക്ക് ഒരു സജ്ജനം വന്നുപെടും. നമ്മളെങ്ങും അന്വേഷിച്ച് പോകണ്ട. കാരണം ഈ ഭഗവാൻ എന്ന് പറയുന്ന ശക്തിക്ക് എവിടെയാണാവോ ഒരു നല്ല ഭക്തനെ കിട്ടുക എന്ന് ആലോചിച്ച് നടക്കുക. നമ്മൾ അന്വേഷിക്കണില്ലേ നല്ല ഒരു ഗുരുവിനെ? അതിനേക്കാളും കേമമായിട്ട് ആ ശക്തി ഒരു ശിഷ്യനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവഗത്യ ഒരു ഗുരു വന്നു ചേരും. ആ ഗുരു വന്നു ചേർന്നാൽ ആ ഗുരുവിനെ അപ്പം നമുക്ക് മനസ്സിലാവും ഇത് സജ്ജനമാണ്, സദ്ഗുരുവാണെന്ന്. ആ ഗുരുവിനെ തത് പാതുകാസേവ്യതാം,
അങ്ങനെയുള്ള ഗുരുവിന്റെ പാദകങ്ങളെ, കാലടികളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിനെ കൊണ്ടുവന്നിരുത്തി കാല് കഴുകിച്ച് ആ വെള്ളം കുറച്ച് ആചമനം ചെയ്ത് കുറച്ച് തലയിലൊഴിച്ച്, അതല്ല. ഗുരുവിന്റെ പാതുകാ സേവ്യതാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗുരുവിന്റെ പാദങ്ങൾ ഏത് വഴിക്ക് പോകണോ ആ വഴിക്ക് പോവുക എന്നുള്ളതാണ്. അതല്ലാതെ സദ്ഗുരു എന്നും പറഞ്ഞുകൊണ്ട്, സദ്ഗുരുവായിരിക്കാം, ഗുരുവിനെ പിടിച്ചിരുത്തി കാല് കഴുകിയിട്ട് ആ വെള്ളം കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ തളിച്ചത് കൊണ്ടോ അത് പരിശുദ്ധമാണെന്ന് വിചാരിച്ച് നമ്മൾ മുഴുവൻ ശുദ്ധമാകുമെന്നോ വിചാരിക്കുന്നത് അബദ്ധമാണ്. ആ ഗുരു എന്തു പറയണു, ഗുരു പറയുന്നതിനെ അതേപടി അനുസരിക്കലാണ് ഗുരുപാതുകാ സേവ്യതാം എന്നുള്ളതിന്റെ അർത്ഥം. അതായത് ഈ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതെല്ലാം കേട്ടാൽ നമുക്ക് എന്തോ തോന്നും, ആലോചിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. തത് പാതുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം എന്നുള്ളതാണ് 15ഉം 16. അതായത് എന്താ വേണ്ടത്, ആ ഗുരു നമ്മളെ ഉപദേശിക്കും, ആ സദ്ഗുരു നമുക്ക് ഉപദേശം തരും. അത് എന്താ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംകാരം, ഓംകാര ഉപാസന, ഓം എന്നുള്ളതായ ഇതിനെ ആ ഗുരു നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. അങ്ങനെ അതിൻ്റെ ആ അക്ഷരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുന്നതിനെ മനനം ചെയ്ത് പറഞ്ഞു തരിക മാത്രമേ ഗുരു ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഉപാസിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. എത്രത്തോളം നമ്മൾ തീവ്രമായിട്ട് ഉപാസിക്കുന്നുവോ അത്രത്തോളം ശീഘ്രം നമുക്ക് എത്തേണ്ട ദിക്കിലേക്ക് എത്താൻ സാധിക്കും. ആ ഗുരു നമ്മളെ ഈ വേദവാക്യങ്ങളെ പറഞ്ഞു തരും. വേദവാക്യങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞില്ലേ, ഈ വേദങ്ങളിലെ വാക്യങ്ങളുണ്ട്, വേദവാക്യങ്ങൾ. പ്രധാനപ്പെട്ട 4 വാക്യങ്ങളാണുള്ളത്. പ്രധാനപ്പെട്ട 4 വാക്യങ്ങളിൽ എന്താണ്, പ്രജ്ഞാനം ബ്രഹ്മ ഒരെണ്ണം. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർവചനവാക്യം എന്നാണ് അതിന് പറയുക. നിർവചനവാക്യം, അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നിർവചിക്കലാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പ്രജ്ഞാനം, പ്രകർഷേണ ജ്ഞാനം, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്നുള്ളത് നിർവചനവാക്യം. അടുത്തത് തത്വമസി, അത് നീ തന്നെ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് നീ തന്നെ എന്നുള്ളത് ഉപദേശവാക്യം. അതൊരു ഉപനിഷത്തില് ശ്വേതകേതു എന്നുള്ള ശിഷ്യന് ഗുരു ഉപദേശിച്ചതാണ് തത്വമസി ശ്വേതകേതു എന്ന്. തത്വമസി എന്ന് പറഞ്ഞാൽ അത് ഉപദേശവാക്യം എന്ന് പറയും. അർത്ഥം അത് തന്നെ, നീ അത് തന്നെ എന്നുള്ളത്. അയമാത്മാ ബ്രഹ്മ എന്നുള്ളതാണ് 3ാമത്തേത്. അതിനെ അനുസന്ധാനവാക്യം എന്ന് പറയും. അയമാത്മാ ബ്രഹ്മ. ഇനിയോ അവസാനത്തേതോ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം എന്ന് 3ാമത് പറഞ്ഞു. 4ാമത് പറയണത് അഹം ബ്രഹ്മാസ്മി. ഇതെല്ലാം വായോണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാനിപ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണം. അതിന് അവനവൻ തന്നെ കുത്തിയിരുന്ന് ധ്യാനിക്കണം. അപ്പൊ ഇതിനെപ്പറ്റി ഇനി യാതൊന്നും ഞാൻ പറയാൻ പോണില്ല. ഏത്, ഈ 4 വാക്യങ്ങളെ കുറിച്ച്. ഈ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അത് മനസ്സിലാക്കും തോറും അഹം ബ്രഹ്മാസ്മി, അവസാനം വരുമ്പോൾ ഏറ്റവും അറ്റത്തേതാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം ബ്രഹ്മം തന്നെ, സർവം ബ്രഹ്മമയം അല്ലെ, സർവം ബ്രഹ്മമയം രേ എന്നൊക്കെ പറഞ്ഞ് പരമഭക്തന്മാരും ഇവിടെ വരുമ്പോൾ PhD ലെവലായത്. PhD ലെവലിലേക്ക് വരുമ്പോൾ സർവഭക്തന്മാരും കർമ്മയോഗികളും എല്ലാം ഇതനുഭവിക്കും. ഈ അനുഭവം അവർക്ക് വരും. അപ്പോ അങ്ങനെയായി. ഇപ്പൊ എത്രയായി? 8 8 16ആയി. അപ്പോ ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് വാക്യാർത്ഥസ്യ വിചാര്യതാം ശ്രുതിരപക്ഷസമാശ്രീയതാം ദുസ്തർക്കാ സുവിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം. അതായത് ഈ ഇതിന്റെ വാക്യാർത്ഥത്തിന് നമ്മൾ പിന്നെയും വിചാരം ചെയ്യുകയും വിചാരം ചെയ്ത് വരുമ്പോൾ ഒരു കാര്യമുണ്ട്, എപ്പോഴും ശ്രുതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ മുറുകെ പിടിക്കണം കേട്ടോ. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ചെറിയ ഉദാഹരണം പറയാം. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യം വദ, ധർമ്മം ചര, സത്യമേവ ജയതേ നാനൃതം എന്നുണ്ട്. നമ്മൾ വർത്താനം പറയുമ്പോൾ പലപ്പോഴും പറയാതെ ഈ കാലത്ത് സത്യം പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല കേട്ടോ, നുണ പറഞ്ഞാലേ രക്ഷയുള്ളൂ, നുണ പറഞ്ഞാലേ രക്ഷയുള്ളൂ, സത്യം പറഞ്ഞാൽ രക്ഷയില്ല ഈ കാലത്ത് എന്ന് തർക്കിച്ചാൽ അത് ശരിയാണെന്ന് നമ്മൾ തലകുലുക്കരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നുണ സത്യം പറഞ്ഞാൽ ജയിക്കില്ല, നുണ പറഞ്ഞാലേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കേ ഉള്ളൂ അജയം.
സ്ഥായിയായ ജയം കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യമേവ ജയതേ. ഒരു കഥയുണ്ട് കേട്ടോ ഉപനിഷത്തിലെ, ഒരു ജബാലയുടെ കഥ. സാധാരണക്കാരും ആ സത്യം പറയില്ല. ഒരു ജബാല എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്കൊരു കുട്ടിയുണ്ട്, ജാബാലി എന്നാണ് വിളിക്കണത്. ആ കുട്ടി മുതിർന്നു വരുമ്പോൾ അതിന് വേദം പഠിക്കണമെന്ന് താല്പര്യമായി. വേദം പഠിക്കണം അമ്മ, എനിക്ക് വേദം പഠിക്കണം എന്ന് പറഞ്ഞു. അമ്മ വേദപാഠശാലയിലേക്ക് പറഞ്ഞു വിടണില്ല. കുട്ടി ഒരു ദിവസം തന്നെ പോയി കൂട്ടുകാരന്മാരുടെ കൂടെ. വേദപാഠശാലയിൽ പോയപ്പോൾ ഗുരു ചോദിച്ചു, എന്താടാ? എനിക്ക് വേദം പഠിക്കണം. അത് നിന്റെ പേരെന്താ? ജാബാലി. ആരുടെ മകനാ? ജബാലയുടെ. അതെ, നിന്റെ അച്ഛൻ്റെ പേരെന്താ? അവനറിയില്ല, അച്ഛൻ്റെ പേരറിയില്ല. നീ ഒരു കാര്യം ചെയ്യേ, നിന്നെ അവൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. നിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് അമ്മയോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉപനിഷത്തിലുള്ള കഥകളുണ്ട് ഈ പറയണത്. അമ്മയോടൊക്കെ ചെന്നിട്ട്, അമ്മ ഞാനിന്ന് വേദപാഠശാലയിൽ പോയി, നാളെ മുതൽ വന്നോളാൻ പറഞ്ഞു ഗുരു. അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പേരെന്താന്നാ. എന്താ അമ്മ എൻ്റെ അച്ഛൻ്റെ പേര്? എൻ്റെ അച്ഛൻ ആരാ ചോദിച്ചു. ആ സ്ത്രീ എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? അവളുടെ കണ്ണിൽ വെള്ളം വന്നു. അവൾ പറഞ്ഞു, മോനെ, അമ്മയ്ക്കറിയില്ല. അമ്മ ചെറുപ്പമായിരുന്നപ്പോൾ അമ്മയ്ക്ക് അച്ഛനോ അമ്മയോ കൂടപ്പുറപ്പോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വയറ്റുപഴുപ്പിന് വേണ്ടി പല ദിക്കിലും സുന്ദരിയായിരുന്നു. പല ദിക്കിലും പോയിട്ട് പണിയെടുക്കാൻ പോയി. പല ആളുകളും എൻ്റെ സംസർഗത്തിൽ വന്നു. അതിലാരുടെ മകനാണ് നീ എന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് ഗുരുവിനോട് ചെന്ന് പറയാൻ പറഞ്ഞു. ഈ സത്യം ഏതെങ്കിലും ഒരു സ്ത്രീ പറയുമോ? എന്തിനു വെറുതെ നമ്മുടെ കുന്തിദേവി പറഞ്ഞോ? വലിയ പതിവ്രതയൊക്കെ ആണല്ലോ. കുന്തിദേവി പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോ അങ്ങനെയുള്ളതായ സത്യത്തെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു? പിറ്റേ ദിവസം പോയി ഗുരുവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെയാ ഗുരു പറഞ്ഞത് എന്ന് പറഞ്ഞു. ഗുരു എന്താ ചെയ്തതെന്നറിയാമോ? മോനെ, നീയും നിന്റെ അമ്മയും നിന്റെ അച്ഛനും ബ്രാഹ്മണര് തന്നെയാണ്. ബ്രാഹ്മണർക്കല്ലേ വേദം പഠിക്കാൻ പാടുള്ളൂ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കണവൻ. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിന്റെ ഒന്നാമത്തെ ഗുണം സത്യം പറയണം. നോണയും പറഞ്ഞ് നടക്കരുത്. നോണ, തട്ടിപ്പ്, സൂത്രം, പാരവെപ്പ് ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ദിക്കിലും നമ്മൾ എത്തില്ല. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് നടക്കും, അത്രയേ ഉള്ളൂ. ആത്യന്തികമായ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രങ്ങളൊന്നും നടക്കില്ല. അവൻ നല്ല മിടുക്കനായി. ആ ഗ്രൂപ്പിലെ ഏറ്റവും ഫസ്റ്റ് ആയത് അവന് ജാബാലിയായിരുന്നു. അവന് സത്യകാമൻ എന്ന് അദ്ദേഹം പേരിട്ടു. ഗുരു അവൻ സത്യകാമൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഈ കഥകളൊക്കെ എന്തിനാ പറയണത്? കഥയ്ക്ക് വേണ്ടിയല്ല പറയണത്, അതിൻ്റെ ഉള്ളിലുള്ളതായ തത്വങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇനി അത് കഴിഞ്ഞാൽ ബ്രഹ്മാസ്മീതി വിഭാവ്യത. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ദുസ്തർക്ക സുവിരമ്യത. ദുസ്തർക്കത്തിൽ നിന്നും നമ്മൾ അതായി പറഞ്ഞില്ലേ, ദുസ്തർക്കം. ഏത്? സത്യം പറഞ്ഞാൽ നടക്കില്ല എന്ന് നമ്മൾ പറയരുത്. നമ്മൾ ശ്രുതിയെ തന്നെ പിടിക്കണം. ശ്രുതിയെ തന്നെ പിടിച്ചോണ്ട് വേണം ഇതാവാനായിട്ട്. അത് കഴിഞ്ഞാൽ ബ്രഹ്മാസ്മീതി വിഭാവ്യത. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്. അനുഭവം ഉണ്ടായിട്ടില്ല, എന്നാലും അതിനെ തന്നെ ധ്യാനിക്കുക. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്ന് ധ്യാനിക്കുക. അടുത്ത ആചാര്യം പറഞ്ഞേക്കണേ എന്താണെന്നറിയാമോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അത് അഹരഹർ ഗർവപരിത്യജ്യത. അങ്ങനെ വരുമ്പോൾ അടുത്ത് പറഞ്ഞേക്കണത് ബ്രഹ്മമാണ്, ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അടുത്തത് ഗർവപരിത്യജ്യത, ഗർവിക്കരുതെന്ന്. ഗർവവും ഇതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഉണ്ട്. അതെന്ത് ബന്ധാന്നറിയാമോ? ഒരാൾക്ക് നിറച്ച് പണം ഉണ്ടെന്ന് വിചാരിക്കും, എനിക്ക് ഇത്രയും കോടി രൂപയുണ്ട് എന്നുള്ളതായി ഒരു ഗർവുണ്ടാവും. വളരെയധികം സൗന്ദര്യമുണ്ടെങ്കിൽ ഞാനിത്തിരി സുന്ദരനാണ്, സുന്ദരിയാണ് എന്നുള്ള ഗർവമുണ്ടാവും. എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഒപ്പം അതിൻ്റെ പിന്നാലെ ഗർവുണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാകും. അത് പ്രകൃതിയാണ്, സാധാരണ ഉള്ളതാണ്. അതുപോലെ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുഖത്തിനൊരു പ്രത്യേക തേജസ്, അയാളുടെ കണ്ണിനൊരു പ്രത്യേക തിളക്കം, അയാൾ സംസാരിക്കുന്ന ഭാഷ അത് കേൾക്കാൻ തന്നെ ഇമ്പമുണ്ടായിരിക്കും. ആൾക്കാരെല്ലാവരും അത് കേൾക്കാൻ വന്നുകൂടും. അത് കഴിഞ്ഞാലോ ഈ മഹാന് വന്ന് നമസ്കരിക്കും. ഇയാള് നമ്മൾ സാധാരണക്കാരനല്ല, അയാള് ഇങ്ങനെയുള്ളതായ ഒരു നല്ല ഒരു സജ്ജനമാണെന്നും പറഞ്ഞ് നമസ്കരിക്കാൻ വരും. അപ്പണ്ടോ ഈ കക്ഷിയുണ്ടല്ലോ, അയാൾക്ക് ഇത്തിരി ഞാൻ സാധാരണക്കാരനൊന്നുമല്ല, ഞാൻ ഇത്രയെല്ലാം പാടുപെട്ട് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മനസ്സിനെയൊക്കെ ഒതുക്കി ഗുരുവിനെ ചെന്ന് കണ്ട് ഗുരുവിൻ്റെ പാദകങ്ങൾ നമസ്കരിച്ച് ഗുരുവിൻ്റെ കൃപ കൊണ്ട് ഞാൻ കേമനായി. ആ ഗർവം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ആദ്യം വേദം വായിക്കുക പഠിക്കുക എന്ന് പറഞ്ഞില്ലേ, അത് മുതൽ ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ട് ഈശ്വര,
ഗർഭമുണ്ടാവല്ലേ എനിക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും. ഇനി ഗർഭം വരുന്നുള്ള കാര്യം തീർച്ചയാവും. ഒരു പെൺകുട്ടി അവൾക്ക് ഒന്നുമില്ല, അവൾക്ക് സൗന്ദര്യമില്ല, കൊന്ത്രമ്പല്ല്, കോമ്പല്ല്, തൽമുടിയാണെങ്കിൽ പറപറാന്ന്, നിറാണെങ്കിൽ കറുകറിയുന്ന കാക്ക പോലെ കറുത്തിട്ട്, ഒരു സൗന്ദര്യമില്ല അവൾക്ക്, യാതൊന്നുമില്ല, അവൾക്ക് പൈസയില്ല, ഒന്നുമില്ല, അവൾക്ക് കൊടുക്കാൻ തുണി പോലും ഇല്ലാത്തൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഭയങ്കര ഗർഭം. കാരണം യൗവന ഗർഭം. യൗവനം, അവൾ ചെറുപ്പാണേ, അതിന്റെ ഗർഭം. ചെറുപ്പമായാൽ അതിനൊരു ഗർഭം ഉണ്ടാവും അത്രേ. എന്നിട്ട് ഇവൾ എന്ത് ചെയ്തു, ഒരു ദിവസം വഴി കൂടി പോകുമ്പോൾ ഇവൾക്ക് ഒരു മാല കിട്ടി, ഒരു മുത്തുമാല. ആ മുത്തുമാല കിട്ടിയപ്പോൾ നല്ല സ്വർണം അത് കഴുത്തിലിട്ടു. സ്വർണ്ണമാലയും കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ട, ബാക്കി എന്താണ്, ഇനി എന്ത് വേണം എനിക്ക്? എന്നോളം പൊന്നാരിക്കുണ്ട്, എന്നോളം പൊന്നാരിക്കുണ്ട്, എന്നോളം പൊന്നാരിക്കുണ്ട് എന്നും പറഞ്ഞ് നടന്നു അവള്. അത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യർക്ക് ദേഷ്യം വന്നു, അവരുടെ അയൽവക്കത്തുള്ളവർക്കൊക്കെ. ഇവളുടെ ഗർഭം ഒന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇവൾ ഭയങ്കര ഗർഭമാണ്, ഇവൾക്കൊരു കാക്കപ്പൊരിൻ്റെ മാല കിട്ടിയിട്ടുണ്ട്, അത് ഇട്ടുകൊണ്ടാണ് അവൾ ഇത് പറയണത്. രാജാവ് നോക്കട്ടെ, ആ മാല നോക്കട്ടെ, അവൾ കൊടുത്തു. ഓഹോ, ഇതാണോ നിനക്ക് കിട്ടിയ മാല? അതെ, ഞാൻ ഇവിടുത്തെ രാജാവാണെന്ന് അറിഞ്ഞൂടെ? അപ്പോ രാജാവ് എൻ്റെ അവകാശപ്പെട്ടതാണ് ഈ നാട്ടിലുള്ളതെല്ലാം. അപ്പൊ ഈ പൊന്നിന്റെ ഈ മാല എനിക്കുള്ളതാണ്, പൊക്കോ, മാല എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ മാല രാജാവ് എടുത്ത് മടിയിൽ വെച്ചു. ഈ പെണ്ണെന്താ പറഞ്ഞെന്നറിയാമോ? എന്നോളം പൊന്നാരിക്കൊണ്ട് എൻ്റെ പൊന്നിന് ഗതികെട്ട രാജ, എന്റെ പൊന്നിന് ഗതികെട്ടിട്ട് രാജാവ് അതെടുത്തോണ്ട് പോയി എന്ന്. അപ്പോഴും അവളുടെ ഗർവ് നിൽക്കണില്ല. അപ്പൊ ഈ ഗർവ് എന്ന് പറയുന്ന സാധനം വന്നാൽ പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നും പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ, ഈശ്വര എനിക്ക് എന്തെല്ലാം തന്നാലും എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൽ ഗർവ് ഉണ്ടാവല്ലേ, ആ ഗർവ് എനിക്ക് ഉണ്ടാക്കി തരാം. അത് നമുക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണേ. അത് പ്രാർത്ഥിക്കുക തന്നെ വേണം. ഗർവ പരിത്യജ്യത ദേഹേഹം അതിരുദ്ധ്യതാം ബുധജനൈർ വാദപരിത്യജ്യതാം. അതിനുള്ള അടുത്ത മാർഗം ഈശ്വരനോട് ചോദിക്കുക തന്നെ. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്നുള്ളതായ ബുദ്ധിയെ ഉപേക്ഷിക്കുക. ദേഹേഹം, ഞാൻ ശരീരമാണെന്നുള്ളതായ വിചാരം ഒരിക്കലും പാടില്ല. ഈ ശരീരം നശിച്ചു പോകാനുള്ളതാണ്, ഞാൻ ശരീരമല്ല. ഇതിലത്തെ ഇന്ദ്രിയങ്ങളൊന്നും അതൊന്നും ശാശ്വതമല്ല. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ പഠിത്തം, വിദ്യാഭ്യാസം, എൻ്റെ ഉദ്യോഗം, എൻ്റെ വീട്, എൻ്റെ പണം, ഇതൊന്നും എൻ്റെന്ന് പറയാൻ ഈ ശരീരത്തിൻ്റെതല്ല. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ വിഭാവനം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഇരിക്കുകയും അതിൻ്റെ കൂടെ ഈ ഗുരുജനങ്ങളോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ഗുരു ഇത് പറഞ്ഞു തരും. നമുക്ക് ഗർവ് വന്നാൽ ഗുരു നമ്മളെ വിളിക്കും, നോക്കൂ ഈ ഗർവ് പാടില്ലാകട്ടോ എന്ന്. നമ്മൾ സമ്മതിക്കുമോ? എനിക്ക് ഗർവുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഗർവൊന്നുമില്ല എന്ന് പറയും. ബുധജനൈർ വാദപരിത്യജ്യതാം. ആ ബുദ്ധിമാന്മാരായ നമ്മുടെ ഗുരുക്കന്മാരോട് ഒരിക്കലും വാദപ്രതിവാദം നടത്തരുത്. അവർ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളെ എന്തെങ്കിലും വഴക്ക് പറയുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ, ഗുരുനാഥൻ ചെയ്താൽ ഒരിക്കലും അതിൽ തെറ്റ് വിചാരിക്കരുത്. കാരണം അവർക്കൊന്നും വേണ്ട, നമ്മളെ ഉപദേശിച്ചിട്ട് അവർക്കൊന്നും നേടാനില്ല, അവർ നേടേണ്ടത് നേടിയവരാണ് എന്നുള്ളതായ വിചാരം നമുക്കുണ്ടാകണം. അപ്പൊ ഇത് എത്ര എണ്ണായെന്ന് അറിയാമോ? 324 എണ്ണായി. അപ്പോ അടുത്തത് ക്ഷുദ്വ്യാധി. അത് കഴിഞ്ഞൊക്കെ മനസ്സിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി ശാരീരികമായി സംബന്ധിച്ച് പറയുകയാണ്. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷ ഔഷധം ഭുജ്യതാം സ്വാദ്വന്നം നത്യാജ്യതാം വിധിവച്ചാത് പ്രാപ്തേന സന്തുഷ്യതാം. ഈ ഭക്ഷണം കഴിക്കലുണ്ടല്ലോ, അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് വിശക്കുമ്പോഴാണല്ലോ ഭക്ഷണം കഴിക്കും. എല്ലാ ജന്തുക്കൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം വിശപ്പുണ്ടാവും. ആ വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കാനല്ലാതെ രുചിയുള്ള ഭക്ഷണം നോക്കി 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 കഴിക്കരുത്. ഇന്ന് ഇത് വെച്ചു, നാളെ അത് വെച്ചു, മറ്റന്നാൾ വേറെ ഒന്ന്, അങ്ങനെ രുചിയായിട്ട് നോക്കി ഭക്ഷണം കഴിക്കാൻ നിന്നാൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ആ ബ്രഹ്മചിന്ത പോയി പോകും. ഇതിലേക്കായിരിക്കും ചിന്ത വരിക. അപ്പോ കിട്ടുന്നത് ഈ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി പോകുന്നവരെ ഭിക്ഷ എടുക്കാനാ പറയണത്, നിങ്ങൾ വീട്ടിൽ വെച്ചുണ്ടാക്കാനേ പറയണില്ല. ജ്ഞാനം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അവര് ഈ ഭിക്ഷ ഔഷധം ഭുജ്യതാം. എങ്ങനെ? കയ്യിൽ കിട്ടിയത് ഭിക്ഷ, ആ ഭിക്ഷ ഔഷധം, അത് ഔഷധമായിട്ട് വിചാരിച്ച്, ഔഷധം നിറയെ കഴിക്കില്ലല്ലോ,
ഇപ്പൊ നല്ല സ്വാദുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദശമൂലാരിഷ്ടം ഒരു നെല്ലിക്കയുടെ 1 ഔൺസ് ദശമൂലാരിഷ്ടം 1 നെല്ലിക്കയുടെ അത്രയുള്ള മറ്റേ വില്യാതിലേക്കും കഴിക്കാൻ പറഞ്ഞു വയറിന് സുഖമില്ലാണ്ടായപ്പോ. അപ്പൊ ദശമൂലാരിഷ്ടം കഴിച്ചപ്പോ നല്ല സ്വാദ്. അപ്പൊ ഒരു 4 ഔൺസ് എടുത്ത് കുടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വില്യാതിലേക്ക് ഇത്ര എടുത്ത് കഴിക്കാൻ പറ്റുമോ? പാടില്ല. ഔഷധം അതിന്റെ അളവിനെ കഴിക്കാവൂ. അതുപോലെ ഭിക്ഷയ്ക്ക് നമ്മുടെ വിശപ്പിന് പാകത്തിന് എന്തെങ്കിലും കഴിക്കുക. സ്വാദ്വന്നം നതു യാച്യതാം. പോയി നല്ല ഭക്ഷണം ഇവിടെയാ കിട്ടുകയെന്ന് അന്വേഷിച്ചു പോവരുത്. നല്ല ഭക്ഷണം സ്വാദ് നോക്കാനേ പാടില്ല. വിധിവശാൽ പ്രാപ്തേന സന്തുഷ്യതാം. ഇനി വിധിവശാൽ നല്ല ഭക്ഷണം കിട്ടിയെന്ന് വിചാരിക്കൂ. എനിക്ക് വേണ്ട, ഞാൻ ബ്രഹ്മത്തിന് വേണ്ടി പോകും, ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്, എനിക്ക് വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല. വിധിവശാൽ നല്ലത് കിട്ടിയോ അത്. അല്ല വിധിവശാൽ കഞ്ഞിവെള്ളം കിട്ടിയോ അത്. വിധിവശാൽ ഒന്നും കിട്ടിയില്ല അന്നേ ഏകാശി. അങ്ങനെ വെക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നും അപ്പുറം കടക്കാൻ പറ്റും. സുഖദുഃഖങ്ങൾക്ക് അപ്പുറമല്ലേ കടക്കേണ്ടത്, അതിൻ്റെ അപ്പുറം കടക്കാനുള്ള വഴി അതാണ്. ഇനി അത് കഴിഞ്ഞാല് ശീതോഷ്ണാദി വിഷയ്യതാം നധുവൃത വാക്യം സമുച്ചാര്യതാം. ഈ ശീതോഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് വന്നാലും ഉഷ്ണം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും യാതൊരു അല്ലലും അലട്ടും കൂടാതെ അതിനെ അനുഭവിക്കുക. ശീതോഷ്ണാദി ഒരെണ്ണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നിറയെ പൈസ ഉണ്ടാക്കി അത് മുഴുവനും ഒരു കള്ളം കൊണ്ടുപോയി. ഇപ്പം മദ്രാസിൽ നോക്കൂ, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, എത്ര പേര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു, എന്തെല്ലാമോ പോയില്ലേ. അങ്ങനെ ഇന്ന് അതല്ലേ പറഞ്ഞത്, കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞില്ലേ. അത് മനസ്സിൽ വെക്കുക. അതിന് വലിയ സങ്കടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിട്ട് ഇങ്ങനെ കീഴ്പോട്ട് പോകാനിടയായാൽ വലിയ പദവിയിൽ, അതായത് രാഷ്ട്രപതി പദവിയിൽ, പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നിട്ട് അവരെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ അവരെ പിടിച്ച് പിറ്റേ ദിവസം ജയിലിൽ കൊണ്ടുപോയിടുക. അത് സഹിക്കണത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്നലെ വരെയും അങ്ങനെ ഇരുന്നിട്ട് ഇന്ന് ഇങ്ങനെ വേണ്ടി വരിക എന്ന് പറഞ്ഞ്, പക്ഷേ അതിനെ സഹിക്കണം. അതിനെ സഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റേ ഇതിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞാലോ ഔദാസീന്യം അഭീക്ഷ്യതാം ജനകൃപാനൈഷ്ഠുര്യമുത്സൃജ്യതാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പലതും നടക്കും. ഇപ്പൊ മദ്രാസിൽ നടന്നില്ലേ, നടക്കും. അതുപോലെ തന്നെ വേറെ ഒരു ദിക്കില് വളരെയധികം ഐശ്വര്യമുണ്ടായി എന്ന് വരും. ചില ദിക്കില് വളരെയധികം ആക്സിഡന്റുകൾ ഉണ്ടായി എന്ന് വരും. ചില ദിക്കില് നല്ല ഓരോരുത്തരുടെ വൃക്ക ഹാർട്ട് ഒക്കെ മാറ്റിവെച്ച അയാൾ രണ്ടാമത് ജീവിച്ചു. ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടിയും TV കൂടിയും കേൾക്കും. ഇതിനോട് ജ്ഞാനമാർഗത്തിൽ കൂടി പോകുന്ന ഒരാള് ഉദാസീന ഭാവം വേണം കാണിക്കാനായിട്ട്. അത് ഈശ്വരേച്ഛ എന്നും പറഞ്ഞങ്ങോട്ട് വിടണം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ, ദുഃഖപൂർണമായ ഒരെണ്ണം സംഭവിച്ചാൽ, ഒരു സ്ത്രീ കുട്ടിയെ വെച്ചോണ്ട് ഭക്ഷണം കൊടുക്കുകയായിരുന്നു, കാക്കയും പൂച്ചയും കാട്ടിയിട്ട്. പൂച്ചയെ കണ്ടപ്പോൾ കുട്ടി ഇറങ്ങി ഓടി. ആ ഓടി പൂച്ചയുടെ പിന്നാലെ പോണ സമയത്ത് ഒരു നാളികേരം വന്ന് തലയിൽ വീണ് ആ കുട്ടി മരിച്ചുപോയി എന്ന് ഇന്നാൾ പേപ്പറിൽ കണ്ടു. കഷ്ടം തോന്നി. പക്ഷേ ആ കഷ്ടം തോന്നിയാൽ അതോടുകൂടി വിടുക, ഈശ്വരേച്ഛ എന്ന് പറഞ്ഞ് വിടണം. അതിനെ തന്നെ മനസ്സിൽ വിചാരിച്ചു. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വേണം? ഉദാസീന ഭാവം, അത് ഈശ്വരേച്ഛ എന്ന് പറഞ്ഞു വിടുക. ഏതിനെയും നമ്മളാൽ താങ്ങാൻ പറ്റാത്തതായ നമ്മളാൽ പറ്റണതെല്ലാം നമ്മൾ ചെയ്യുക. പറ്റാത്തതിനെ ഈശ്വരേച്ഛ എന്നും പറഞ്ഞ് മനസ്സിൽ നിന്നും അതിനെ വിടണം. മനസ്സിൽ നിന്നും ഭഗവാനെ, ആ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ചിന്ത വിടരുത്. അതാണ് പ്രധാനം. അത് കഴിഞ്ഞാലോ നമുക്കെന്തെങ്കിലും പറ്റിപ്പോയാ അയ്യോ എനിക്കങ്ങനെ വന്നൂലോ ഇങ്ങനെ വന്നൂലോ എന്നും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു നടക്കുക. അത് പറഞ്ഞു നടക്കുമ്പോൾ അയ്യോ പാവം കേട്ടോ മറ്റുള്ളവരുടെ ആ ദയവ്. കൊച്ചുകുട്ടികളില്ലേ, എവിടെയെങ്കിലും ഇവിടെ ചോര വന്നു എന്നും പറഞ്ഞ് കാണിക്കും. എന്തിനു വേണ്ടി? അയ്യോ ചോര വന്നു, സാരമില്ല എന്നൊക്കെ പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിന് പാത്രമായാൽ നാളെ അതിന് പകരം വീട്ടേണ്ടി വരും. അതുകൊണ്ട് കടപ്പാടില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഉദാസീന ഭാവവും വേണം, മറ്റുള്ളവരുടെ കൃപയ്ക്ക് പാത്രമാകാനും പാടില്ല. ഇപ്പൊ നമ്മളുടേത് എത്ര എണ്ണായി? 4-8-32. ഇനി ഒരു 8 എണ്ണം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകാന്തേ സുഖമാസ്യതാം പരതരേ ചേതസമാധീയതാം പൂർണാത്മാസു സമീക്ഷതാം ജഗതിതം തദ്ബാധിതം ദൃശ്യതാം പ്രാകർമ്മ പ്രവിലാപ്യതാം ചിതിബലാത്മാപ്യുത്തരൈ സൃഷ്യതാം പ്രാരബ്ധം ദിഹപൂജ്യതാം ബ്രഹ്മാത്മനാസീയതാം.
അതായത് ഈ ഇതുണ്ടല്ലോ, ഇത്രയായി കഴിഞ്ഞു നമ്മള്. ഇനി ഏകാന്തത്തിൽ ഇരുന്ന് സുഖമായിട്ട് ഇരിക്കുക. ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കാന്ന് അർത്ഥം എടുക്കരുത് കേട്ടോ. ഏകാന്തം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇല്ലാതെ ഒറ്റ ചിന്ത. ഏത്? ബ്രഹ്മം എന്നുള്ളതായ ചിന്ത, ആത്മാ എന്നുള്ളതായ ചിന്തയില്ല. അതാണ്. നാല് ചുറ്റും എത്ര പേര് വേണമെങ്കിൽ ഇരുന്നോട്ടെ, എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളില് ബ്രഹ്മചിന്തയാണെങ്കിൽ അത് തന്നെ ഏകാന്തത. അതിലൊരു സുഖം ഉണ്ടാകും. ആ സുഖം അനുഭവിക്കുക. അപ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലേ തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്നുള്ളത്, പിന്നെ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുക. ഇത്രയാകുമ്പോഴാണ് നമുക്ക് ഈ ആചാര്യസ്വാമികൾ പറഞ്ഞ് നമുക്ക് സുഖത്തിനും ദുഃഖത്തിനും അപ്പുറമുള്ള ആ ആനന്ദസ്ഥിതിയിലേക്ക്. അങ്ങനെ ഇരിക്കാനായിരിക്കില്ല. പ്രാരബ്ധം ഉണ്ടല്ലോ, പണ്ട് ചെയ്തു വെച്ചതിന്റെ ബാക്കി. ഇപ്പൊ ഒന്നും നമ്മൾ ചെയ്യണില്ല. ഇപ്പൊ ചെയ്യണതൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്ത് മറ്റേ പാപകർമ്മങ്ങളുടെയൊക്കെ അതിന്റെ ഇതിനൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവരികയാണ്. പക്ഷേ അവസാന ശ്വാസം വരേക്കും പ്രാരബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെയ്തു വെച്ചതിന്റെ ബാക്കി കുറെയൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കണുണ്ട്. ഇപ്പൊ തീർക്കണതൊക്കെ ഉണ്ടല്ലോ പണ്ട് ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ്. ഇപ്പൊ കിട്ടണ സുഖം പണ്ട് ചെയ്തു വെച്ച നല്ല കാര്യത്തിന്റെ, ഇപ്പൊ അനുഭവിക്കണ ദുഃഖം പണ്ട് ചെയ്തു വെച്ച വൃത്തികേടിന്റെ. അപ്പോ അങ്ങനെ വരുമ്പോൾ ആ പ്രാരബ്ധം തീരണത് വരേക്കും ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലാവണ്ടോ? വയസ്സുകാലം വരുമ്പോ കാലുവേദന, കൈവേദന, എളിവേദന എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന്? കണ്ണ് കാണുകയ്യ, കാത് കേൾക്കുകയ്യ, ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ്. ചില ആളുകളുണ്ടല്ലോ, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇപ്പൊ കുഴഞ്ഞു വീണ് മരിക്കണു. രണ്ടും നമ്മൾ കാണണില്ലേ? അപ്പോ ഈ പ്രാരബ്ധം വരുമ്പോ അതിന് എന്ത് വേണമെന്നറിയാമോ? മിണ്ടാതെ ഈശ്വരാന്ന് വിചാരിച്ചിട്ട് ക്ഷമയോടുകൂടി ഗുളിക മെഴുങ്ങണത് പോലെ അങ്ങോട്ട് മെഴുങ്ങുക. അതിൽ പരാതി വിചാരിക്കരുത്. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, ഒരാഴ്ച മുമ്പ് ഞാൻ വീണ്ടും കാലുമേ ബെൽറ്റ് ഇട്ടായിരിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ ആളാട്ടോ, എനിക്ക് അങ്ങനെ ഇരിക്കാൻ വയ്യ. ഇപ്പോ പ്രാരബ്ധം, അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇത്രയും നാളും അങ്ങനെയൊക്കെ ഇരുന്നില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ യാതൊന്നിലും പരാതിപ്പെടാതെ ഇനി ഇപ്പൊ വന്നിരിക്കണം, ഇനി വരാനിരിക്കണതുണ്ട്. ആഗാമി എന്ന് പറഞ്ഞു പറഞ്ഞുണ്ട്. ഇപ്പൊ ഫലം ആയി വന്ന് മാങ്ങ പഴുക്കാൻ വെച്ചിട്ടേ, പഴുത്ത് കഴിഞ്ഞാല് വൈക്കോലി വെച്ചു, നല്ലോണം മൂത്തത്, പഴുത്തത് പഴുക്കാത്തതോ പഴുക്കാൻ വെക്കും, വച്ചിട്ടുണ്ട് പഴുക്കാൻ. അതും കൂടി തീരും, എന്നിട്ടാ നമ്മുടെ പ്രാണം പോവുള്ളൂ. ഈ അവസാന പ്രാണം പോണതിന് മുൻപ് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ ജ്ഞാനമാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുനർജന്മം, യാതൊരു സംശയമില്ല. അപ്പോ ഈ പ്രാരബ്ധം വരും. ആ വരണതിനെ സുഖമായിട്ട് സമാധാനമായിട്ട് ശാന്തമായിട്ട് ക്ഷമയോടുകൂടി മുഴുങ്ങുക. എന്നിട്ട് ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച ഇരിപ്പിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് അത് സുഖം വന്നാലും ഒന്നുമില്ല, ദുഃഖം വന്നാലും ഒന്നുമില്ല, അയാൾ പരമാനന്ദത്തിലിരിക്കും. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ. ചിദാനന്ദരൂപമാണ് ഞാനിതൊന്നുമല്ല. എന്നാ പുണ്യം ന പാപം, എനിക്ക് പുണ്യവുമില്ല, എനിക്ക് പാപവുമില്ല. കാരണം എൻ്റെ എല്ലാം തീർന്നു. പിന്നെ ബാക്കി കടുപ്പുള്ള പ്രാരബ്ധത്തിന് നമ്മൾ സന്തോഷമായിട്ട് അങ്ങോട്ട് അനുഭവിച്ചു പോയാൽ പിന്നെ എന്തിന് രണ്ടാമത് ഇങ്ങോട്ട് ജനിച്ചു വരണം? ഇതാണ് ആചാര്യസ്വാമികൾ 5 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു തന്നത്. നമ്മുടെ സമയമായി തോന്നണം. അപ്പോ ഇതെല്ലാം ആണെങ്കിലും അവസാനം വരേക്കും ഇതിനെ പിടിച്ചു നിൽക്കണം എളുപ്പമല്ല കേട്ടോ. പല മഹാത്മാക്കൾക്കും ശങ്കരാചാര്യർക്ക് വരെയും അഹങ്കാരം വന്നിട്ടുണ്ട്, ചോട്ടിലേക്ക് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ മാർഗത്തിൽ കൂടി പോയിട്ട് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാന്ന് പറഞ്ഞത് എളുപ്പമല്ല. അപ്പൊ കുറച്ചൊക്കെ വീഴ്ച വന്നാലും ഒന്നും സാരമില്ല. നമ്മൾ ഈ മാർഗത്തിൽ കൂടി പ്രയത്നിക്കുക, ഈ മാർഗത്തിൽ കൂടി പോകാനായിട്ട് പ്രയത്നിക്കുക. ആചാര്യസ്വാമികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കി അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും തീർച്ചയായിട്ടും നിഷ്കാമകർമ്മം ചെയ്യുക, ദുഷ്കർമ്മം ചെയ്യാതിരിക്കുക, സ്വാർത്ഥത ഉപേക്ഷിക്കുക, ആഗ്രഹങ്ങളെ കുറയ്ക്കുക. ഇത്രയുമെല്ലാം ചെയ്തുകൊണ്ട് പോയാൽ നമ്മളും ഇപ്പൊ കുറെ നാളായില്ലേ ഇതൊക്കെ കേൾക്കണു. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ കിട്ടാത്തൊരു സാധനമല്ല എന്നുള്ള പരമബോധ്യത്തോടുകൂടി എല്ലാവർക്കും മുൻപോട്ട് പോകാൻ സാധിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ